ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതിൽ പറഞ്ഞ മുഖഭാവം തന്നെ ഉണ്ട്. പ്രത്യേകം ഓൻ തന്നെ കണ്ട് മനസ്സിലാക്കി പറഞ്ഞ മാതിരി. ഇപ്പം പുലിനെ പിടിച്ചാൽ വിട്ടാൽ പോയി ഞെരിച്ചിരിക്കുക. ഞാൻ അപ്പം ഏൽപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞേ എന്തൊക്കെ പരിപാടി ചോദിച്ചു. അപ്പം ഇങ്ങനെ ചെറിയ പരിപാടി ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുണ്ട് ഇങ്ങനെ പറഞ്ഞു. 12:30 ആകുമ്പോൾ എത്തിയാൽ പോലെ ചോദിച്ചാൽ അത് 11 മണി ഞമ്മറ്റത് മറിച്ചത് മൂപ്പരൊക്കെ നേരത്തിന് നടക്കുന്നതാണ് പാവം. ഇവർക്കത് ആയി വരണല്ലോ. അപ്പോൾ ശരിക്കും 12:30 ഞങ്ങൾക്ക് വൈകിട്ടപ്പോൾ 12:40 കുഴപ്പമില്ല. ഞാൻ എത്ര നേരം പറയാൻ റെഡിയാണ്. പറഞ്ഞ പോലെ നിങ്ങൾ എത്രത്തോളം തയ്യാറാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ മാഡം പറഞ്ഞ പോലെ നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല. വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അവിടുന്ന് അങ്ങനെ പ്രഖ്യാപനം ഉണ്ടായി. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ഇവിടുന്ന് പറഞ്ഞു. കാരണം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫർദർ മോട്ടിവേഷൻ വേണ്ടി വരുന്നു. ഉദാഹരണം പറഞ്ഞാൽ മാഡത്തിന് ചായ ഉണ്ടാക്കാൻ അറിയാം ഉണ്ടോ? പറയാമോ ചായ ഉണ്ടാക്കാൻ? എത്ര ചായ ഉണ്ടാക്കി ഉണ്ടാവും ലോകത്ത്? 1,00,000 അറിയുന്നുണ്ട്. 10,000 ഒന്ന് പറ. ഇതിനാണ് മോട്ടിവേഷൻ്റെ ആവശ്യം. അത് മോട്ടിവേഷൻ ഇപ്പോൾ നിങ്ങളെന്ത് ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ PT ഉഷ അറിയില്ലേ? കിട്ടണോ? PT ഉഷ ഒരു 100 മീറ്റർ ഓടാൻ എത്ര സമയം എടുത്തത് ഓർമ്മ ഉണ്ടെന്ന്? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അതിൻ്റെ 1984 ഒളിമ്പിക്സിലാണ് അവർ പങ്കെടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ. എത്ര സെക്കൻഡായിരുന്നു ഓർമ്മ ഉണ്ടോ? ഇല്ല, 9 എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 10 സെക്കൻഡ്. അത് 1, 2 നമ്മൾ 10 എണ്ണുമ്പോഴേക്കും ആ കുട്ടി അന്ന് ആ കുട്ടിയാണ് അതെത്തും. നമുക്കൊരു 100 മീറ്റർ ഓടണമെങ്കിൽ എത്ര വേണ്ടി വരും ഏകദേശം? ഒരുപാടൊന്നും വേണ്ട. നമ്മൾ സ്വയം കളിയാക്കേണ്ട ആവശ്യമില്ല. എത്ര വ്യത്യാസം ഉണ്ടാവും? മിനിറ്റല്ല, സെക്കൻഡ്. അതായത് PT ഉഷ 10 സെക്കൻഡിനകം 100 മീറ്റർ കവർ ചെയ്യും. നമ്മൾ ഓടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓടാണെങ്കിലും ഒരു 16, 18, 20 അത് മതി. ഓടിയൊക്കെ ഉണ്ട്. ഓടിയാക്കാൻ നോക്കാത്തതുകൊണ്ടാണ്. എന്നാൽ PT ഉഷനേക്കാൾ മുമ്പ് നമുക്ക് എത്താൻ പറ്റുമോ? ഇല്ല. ആണ് തീരുമാനിച്ചു. അത് ആദ്യം തീരുമാനിക്കണം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഒരു ദിവസം മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിപ്പോ വലിയ പട്ടി പിന്നാലെ കൂടി ഓടുമോ? ഓടുമോ? അപ്പോൾ പിന്നെ സ്റ്റോപ്പ് വാച്ച് ഒന്നും ഉണ്ടാവില്ല. നിൽക്കോ? നിങ്ങൾ എത്ര സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്ന ഞങ്ങൾ വിചാരം? 8 സെക്കൻഡ് 9 സെക്കൻഡ് ഒന്നും വേണ്ട. നമ്മൾ 100 മീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താ അപ്പോഴെപ്പോഴത്തെ മോട്ടിവേഷൻ എന്താ? അപ്പം അവിടെ പേടി ഒരു ആവശ്യം ഉണ്ടായി. അപ്പം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആവശ്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ ആവശ്യം മോട്ടിവേറ്റ് ചെയ്യപ്പെടാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആവശ്യം വേണം. നിങ്ങൾ വിചാരിച്ചതൊക്കെ നടക്കുമല്ലോ. അത് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയതുകൊണ്ടാണ്. ഒരു സംഘടനാ തലത്തിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സംഘടനയുടെ അതിൻ്റെ ഒരു 10-30 വർഷം 40 വർഷമായി കേരളത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി. കാരണം ഞാനതിൻ്റെ ഒരുപാട് തലങ്ങളിൽ പല ക്ലാസ്സിനും ട്രെയിനിങ്ങിനൊക്കെ ഞാൻ പോകാറുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയുണ്ട്. അത് നസീറുദ്ദീൻ എന്ന മനുഷ്യന് ഞാൻ പഠിച്ചത് ജനാധിപത്യത്തിലും ഒരു ഏകാധിപതി വേണമെന്ന് മൂപ്പരെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ ജനാധിപത്യത്തിലും ഒരു ഏകാധിപതി മറ്റേ ആകെ ജനാധിപത്യത്തിൽ ഇട്ടുകൊടുത്താൽ ആകെ കൊള്ളാവും. നിങ്ങൾക്കൊരു കാര്യം നടത്തണ്ട തീരുമാനിക്കേണ്ടെങ്കിൽ കമ്മിറ്റിക്ക് ചർച്ചയ്ക്ക് ഇട്ടുകൊടുത്താൽ എന്നാൽ ചർച്ച ചെയ്ത് അന്തം വിട്ടാണ്ട് ആണ് കൊളാക്കി തരും. നടക്കണമെങ്കിൽ അതിൻ്റെ 2-3 ആൾക്കാർ ഭാര്യ തീരുമാനിക്കുക അങ്ങനെ ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് അവസാനം എങ്ങനെ പറയാം, സമ്മതം വാങ്ങിയെടുക്കാം ഇല്ലേ? അത് അതിൻ്റെ ആൾക്കാരെ ഇരിക്കണമൊക്കെ ബാക്കിൽ ഒരു ഉദ്ദേശിച്ച. ഇപ്പോൾ ആലപ്പുഴക്ക് ടൂറ് പോകണമെന്ന് ഇവിടെ ചർച്ചയ്ക്ക് എന്താവും? അന്നിൻ്റെ അമ്മേൻ്റെ കല്യാണമാണെന്ന് മുത്തമ്മാനെ ആകെ കൊള്ളായിട്ട് എന്നാൽ പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് ഭാര്യ നമുക്ക് അവസാനിപ്പിക്കാം. അതേസമയം വണ്ടിയുണ്ട് ഏൽപ്പിച്ചു വരും അല്ലേ? അത് ആ മാസം 16-ാം തീയതി രാവിലെ ഇവിടുന്ന് 4 മണിക്ക് പോകും. അങ്ങനെയാണ് തീരുമാനിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കുട്ടിയും ഉണ്ടല്ല. സ്വകാര്യമായിട്ട് എനിക്കൊന്നും വരാൻ പറ്റില്ലോട്ടെന്നേ പറയൂ അല്ലേ? അതല്ലേ എന്താ സംഭവിക്കുക? അപ്പോൾ ഇതാണ് സംഘടന. അപ്പോൾ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആകാൻ ഒരു കാരണം വേണം. വ്യാപാരി വ്യവസായം സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് വളരെ ദയനീയമായി ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. പലപ്പോഴും അതായത് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ, അതിനാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, ടു ബി ഫ്രാങ്ക്, നിങ്ങൾ ആരോടും പറയുന്നത് വേണ്ട, സ്വകാര്യമായിട്ടാണ്. അതായത് നിങ്ങളെ മക്കളൊക്കെ കച്ചവടക്കാരാകണം നിങ്ങൾക്ക് എത്ര ആഗ്രഹമുണ്ട്? ഇപ്പോൾ നിങ്ങളെ ഭർത്താവ് നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ഏർപ്പാടിന് തുടർന്ന് ചെയ്താൽ മതി എൻ്റെ മക്കൾ എന്ന് നിങ്ങൾക്ക് എത്ര ആഗ്രഹമുണ്ട്? കൈപൊക്കി. അങ്ങനെ ഒരു കുട്ടിയില്ല. ഒരാളുണ്ട്. മോശം കഴിച്ചിട്ട് ആരും നോക്കാൻ അല്ലേ? നോക്കിയപ്പോൾ ആരുമില്ല. എന്നാൽ അവനെ കിടക്കട്ടെ ഒന്ന്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ മോട്ടിവേറ്റഡ് അല്ല. ഞാൻ മോട്ടിവേറ്റഡ് ആണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ മകനെ ഡോക്ടറാക്കും.
എന്തിനും ഒരു ആശാരി തൻ്റെ മകൻ ആശാരിയാക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലുള്ള കച്ചവടക്കാരന് ഒരിക്കലും തൻ്റെ മകൻ ഇത് ചെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ പുനർചിന്തിക്കണം എന്നാണ് പറയാം. നിർത്തണം ഒന്നുകിൽ, അതല്ലെങ്കിൽ അവിടെയാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആരംഭിക്കുന്നത്. ഇത് തന്നെ തുടരാൻ ദർ ഷുഡ് ബി എ റീസൺ. ഈ കച്ചവടം ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരും തയ്യാറാണ്. അല്ലെങ്കിൽ എന്താ കാര്യം? ഇപ്പോൾ ഞാൻ വ്യാപാര വ്യവസായവുമായിട്ട് ആദ്യം ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ചെറി എന്ന് പറഞ്ഞ ആളുടെ അന്ന് ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയമാണ്. മാണിസാറൊക്കെ ഉള്ള സമയത്താണ് അദ്ദേഹം ഒരു പുതിയ നിയമം വരികയാണ്. അതായത് ഒരു കച്ചവടക്കാരൻ മരിച്ചാൽ അതിൻ്റെ അനന്തരാവകാശം പീഡിയൻ്റെ ഓണർഷിപ്പ് ബിൽഡിംഗ് ഓണർക്ക് കിട്ടും. പക്ഷെ അതിനകത്ത് കച്ചവടക്കാരന് തുറന്നു കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നമ്മളിപ്പോൾ ഒരു റൂമിൽ കച്ചവടം ചെയ്യാം, കച്ചവടക്കാരൻ മരണപ്പെട്ടു. അപ്പോൾ ആ കച്ചവടക്കാരൻ്റെ മകന് ആ കച്ചവടം തുടരണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് അഗ്രിമെൻറ്റ് വക ഈ കട തുറന്ന് നടത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് നൂലാമാലകൾ വരാൻ തുടങ്ങി. അതിലാണ് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് പറ്റില്ല, ഇത് ഞങ്ങളെ കച്ചവടം, ഞാൻ മരിച്ചു എൻ്റെ മകന് കൊടുക്കണം, അത് അങ്ങനെ തുറന്ന് പോകണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഈ ക്ലാസ് ആരംഭിച്ചത്. അങ്ങനെ ഇയാൾ വന്നിട്ട് ഇങ്ങനെ പറയും, നമ്മൾ കച്ചവടം ചെയ്ത് നമുക്ക് തന്നെ കിട്ടേണ്ട, ഞാൻ മരിച്ചുപോയി എൻ്റെ മകൻ അത് ചെയ്യേണ്ട, അപ്പടിയാക്കണ്ടേ എന്നൊക്കെ മുപ്പര് ഭയങ്കര ഘോരം പ്രസംഗിച്ച് സെക്രട്ടറിയേറ്റ് ധർണിയും കാര്യമൊക്കെ നടത്തി ആ നിയമം പിന്നെ വേണ്ടച്ചു. തുടർന്ന് ഇന്ന ക്ലാസ്സിൽ വിളിച്ചപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചു, ഒരാൾക്കും തൻ്റെ മകൻ കച്ചവടക്കാരനെന്ന് ആഗ്രഹമില്ല, ഇല്ലെങ്കിൽ ആ പീഡിയമൂര് ആർക്കെയും കൊടുത്തോട്ടെ, നിങ്ങൾക്കെന്താ? ഇത് ചോദിച്ചപ്പോൾ പിന്നെ ആർക്കും ഉത്തരമില്ല. ഈ പീഡിയമൂര് മകൻ തന്നെ കൊടുക്കണമെന്ന് നമ്മൾ സമരം ചെയ്യുകയും എന്നാൽ കച്ചവടക്കാരൻ ഇൻഡിവിജ്വലി വിളിച്ച് ചോദിച്ചാൽ കച്ചവടക്കാരന് എൻ്റെ മകൻ ആ കച്ചവടം തുടരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പിന്നെ എന്തിനാ ഞാൻ ആ മുറിക്ക് വേണ്ടി കച്ചവടം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നു. അവിടെയാണ് മോട്ടിവേഷൻ്റെ ആരംഭം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് ഏറ്റവും വലിയ പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ മൈക്കില്ലാതെ പറയേണ്ട വിഷയങ്ങളാണ്, ഏതായാലും പറയാം. ഈ കൂട്ടത്തിൽ കടബാധ്യതകളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? 10 റുപ്യ ആർക്കും കൊടുക്കാറില്ലെന്ന് ഉറപ്പില്ലല്ലോ. ഇല്ല. ഇവിടുന്ന് നമ്മൾ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ വേറെ ഒന്നും വേണ്ട, ഇത് മതി. നിങ്ങളെ മാതാപിതാക്കളെ പോലെ അന്തസ്സായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി മരണപ്പെട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇതാ ചോദ്യം. അത് കച്ചവടക്കാരുടെ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ 90% അവർ ചോദിച്ചാലും ഇതാ ഉത്തരം. കേരളത്തിൽ വംശനാശം നേരിട്ട ഒരു ഇനമാണ്, കടലില്ലാത്തൊരു മനുഷ്യല്ല. അപ്പം മോട്ടിവേറ്റഡ് ആകണമെങ്കിൽ വേറെ ഒരു റീസണും വേണ്ട. നമ്മുടെ മാതാപിതാക്കൾ, അച്ഛനപ്പൂപ്പന്മാരെ കുറിച്ച് ചിന്തിക്കുക. അവർക്ക് കടമുണ്ടായിരുന്നോ? നിങ്ങൾ അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനോ അമ്മയോ ഉണ്ടാക്കിയ കടമാണോ നിങ്ങൾ കിട്ടുന്നത്? അല്ല, നിങ്ങളുണ്ടാക്കി തീർത്തതാണ്. അവർക്കൊന്നൊരു കടവുമില്ല. എന്നാലോ അവരാണെങ്കിലോ ജീവിതം നോക്കിക്കഴിയുമ്പോൾ സക്സസ് ലൈഫായിരുന്നു അവരത്. എത്ര മക്കളുണ്ടായിരുന്നു വല്യാപ്പാക്ക് അറിയണം? മുത്തച്ഛന് എത്ര കുട്ടികളുണ്ടായിരുന്നു? 7. ഇനി 7 കൂടുതൽ പറയാം, 15, 9. അതായത് വല്യാപ്പാക്ക് മുത്തച്ഛന് എത്ര മക്കളുണ്ടായിരുന്നു? 10. 10 ഒരു വട്ടം ഉറപ്പിക്കാം. 10. 10ൽ കൂടുതലുണ്ടോ? ഇല്ല. പണ്ട് അങ്ങനെയാണ്. പണ്ട് വെച്ചാൽ അവർ ഭയങ്കര പ്രതീക്ഷയാണ് അവർക്ക് ജീവിതത്തിനെ കുറിച്ച്. കടന്നുണ്ടായിരുന്നത് മാത്രമല്ല 10ഉം 12ഉം മക്കളാണ്. എൻ്റെ കഥ പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാക്ക് 12 കുട്ടികളാണ്. ഒരു കുട്ടി ചെറുപ്പത്തിലേ മരിച്ചു, ബാക്കി 11 പേരും ഉണ്ടായി. അതിൽ കുറച്ച് ആളുകളൊക്കെ ഇപ്പം മരണപ്പെട്ടു. നിങ്ങളറിയായിരിക്കും, യുമോമ്മൻ്റെ ഒക്കെ അമ്മ, കാഞ്ഞിരല്ല അബ്ദുലിൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ അമ്മാൻ്റെ ഇടത്തികളാണ്, അവരൊക്കെ മരിച്ചു പോയി. എൻ്റെ അമ്മപ്പെടുണ്ട്. അതാണ് ഒരു വല്യമ്മ. 2 ആളുണ്ടാവില്ലേ, ഒന്നും അച്ഛൻ്റെ ഭാഗത്തുണ്ട്. മറ്റേ ആ വല്യമ്മക്ക് 8 ഉള്ളൂ. എന്തേ കാരണം അറിയാം? കാരണം കേട്ട തമാശയാണ്. നമുക്ക് സീരിയസ് ആണ്, അറിയില്ലല്ലോ. ഒന്നുമില്ല, 8 വല്യാപ്പം മരിച്ചു. നിങ്ങൾ ചിരിച്ചില്ല. എൻ്റെ വല്യാപ്പം മരിച്ചു, എനിക്ക് സങ്കടമാണ്. ഇതൊക്കെ തമാശ. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 8 വല്യാമ്മ മരിച്ചു, അതുകൊണ്ട് അല്ലെങ്കിൽ അത് 16 ഉണ്ടാവും, അല്ലാതെ വേറെ റീസണൊന്നുമില്ല. അപ്പോൾ എങ്കിൽ ആ കാലഘട്ടത്തിൽ സ്വന്തം വീടും സ്ഥലവും ഇല്ലാത്ത ആ സമയത്ത് കണ്ടവൻ്റെ സ്ഥലമൊക്കെ വളച്ചിട്ടി അല്ലേ, അന്ന് ഭൂപരിഷ്കരണമൊന്നും ആയിട്ടില്ല. അങ്ങനെ കണ്ടവൻ്റെ ഭൂമിയൊക്കെ നമ്മൾ ചോദിച്ചു കല്ലിട്ടികളോടോ അല്ലെങ്കിൽ കുഴപ്പത്തൊടിക്കാരോടോ അല്ലേ, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഭൂമി വാങ്ങാം. വളച്ചിട്ടി അവിടെ ചെറിയൊരു കുറ്റിപ്പേര് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ സക്സസ് ആയിട്ട് പോസിറ്റീവ് 100% മോട്ടിവേറ്റഡ് ആയ മുത്തച്ഛൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ മുത്തച്ഛൻ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാവുമോ? ഇല്ല. 2 മതി, 3 മതി എന്നെങ്ങാനും വല്യാപ്പം വിചാരിച്ചെങ്കിൽ എൻ്റെ അമ്മ 11ാമത്തെ കുട്ടിയാണ്. എൻ്റെ വല്യമ്മ അങ്ങനെ വിചാരിച്ചാൽ എൻ്റെ അമ്മ ഉണ്ടാവില്ല. എൻ്റെ അമ്മ ഇല്ലെങ്കിൽ ഇത് പറഞ്ഞുതരാൻ ഞാൻ ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ അവരുടെ ആ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയും അവരുടെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ആരും മോട്ടിവേഷൻ തിയറി കൊടുത്തിട്ടല്ല, അവർ ആൾറെഡി മോട്ടിവേറ്റഡ് ആയിരുന്നു. ലൈഫിനെ കുറിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് നമുക്കില്ലാതെ പോയതും അതാണ്. അതുകൊണ്ടാണ് നമ്മൾ കടക്കാരായി താഴേക്ക് പോകുന്നത്. അവർ ഒരു കടബാധ്യതകളും ഇല്ലാതെ ഒന്നിനു പറയുന്നു, എന്തൊക്കെയോ ബാക്കി വെച്ചിട്ട് അവർ പോയത്.
നിങ്ങൾക്കൊക്കെ പലപ്പോഴും വീടെടുത്ത് തിന്നിട്ടില്ലെങ്കിലും നീ അക്കണ്ടത്ത് പെരെടുത്തോടാ എന്ന് പറയുന്ന അച്ഛമ്മക്ക് ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ എനിക്കിൻ്റെ വാപ്പ വീടെടുത്തുന്നു. അപ്പോൾ അത്തരത്തിൽ സക്സസ് ആയിട്ട് കടന്നു പോയിട്ടുള്ള ഒരു തലമുറയിൽ നിന്ന് നമ്മളിപ്പോൾ ഒന്ന് വ്യാപാരിയും വ്യവസായമൊക്കെ തുടങ്ങി ഭയങ്കര കച്ചവടമൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നിനും പോസിറ്റീവായിട്ടൊരു റിസൾട്ട് ബാക്കിയില്ല. അത് ഉണ്ടാണെങ്കിൽ എന്ത് വേണം? ഉണ്ടെങ്കിൽ വേണ്ടതൊന്നുമല്ല, എന്ത് വേണമെന്ന് ചിന്തിക്കാൻ പഠിച്ചാൽ മാത്രം മതി. നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ആകെ ഉണ്ടായത് എന്താ? എൻ്റെ കുട്ടികൾ 12 കുട്ടികൾ, അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവരെ പഠിപ്പിക്കണം, അവരെ ഇതാക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ത്യാഗമോ കഠിനാധ്വാനമോ അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ എൻ്റെ മക്കളെ പോറ്റാൻ കഠിനാധ്വാനം ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ വിഡ്ഢിത്താണ്. അതൊന്നല്ല. നമുക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം എൻജോയ് ചെയ്തിട്ട് ചെയ്യും. ഒരാൾ കട തുറക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്താ മോട്ടിവേഷൻ? കട തുറക്കാൻ പോകണേ ഒരു മോട്ടിവേഷനും ഇല്ല. അപ്പുറത്ത് മറ്റോൻ തുറക്കും എന്നുള്ളത് മാത്രമാണ്. ഓനും പൂട്ടെങ്കിൽ നമ്മൾ പൂട്ടും, അല്ലാതെ വേറെന്താ റീസണുള്ളത്? നിങ്ങൾ പറയാം, എന്തിനാപ്പോൾ രാവിലെ പോയി കട തുറക്കണത്? എങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ പല കച്ചവടക്കാരെ കുറിച്ച് പഠിച്ചപ്പോൾ 10 മണിക്ക് തുറക്കൂ, 7 മണിൻ്റെ മുമ്പ് അടക്കും. ഞാൻ കണ്ടിട്ടുണ്ട് കച്ചവടക്കാരെ. അത് ഉൽക്കൊന്നും കുറച്ചില്ല. പകരം അവരുടെ ലൈഫിൽ അവരുടെ മോട്ടിവേഷൻ എന്താ? സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. 10 മണിക്ക് തുറക്കുക, എന്ത് മല പറഞ്ഞിട്ടും കാര്യമില്ല. 10 മണിക്ക് തുറക്കും, ഓഫീസിലെ പോലെ 6 മണിയോട് കൂടി അടക്കൽ തുടങ്ങും, 7 മണി സന്ധ്യ ആകുമ്പോഴേക്കും അടച്ചു വീട്ടിലെത്തും. നമുക്ക് ചിന്തിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ കണക്കാവും. അപ്പം നമ്മളെന്താ രാത്രി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കടണ്ട്. ഇപ്പോൾ അത് സേവനാണെന്നാണ് പറയുന്നത്. ഇവന് ഉറക്കമില്ല, ഓടുമില്ല, ഒന്നുമില്ല, ഭാര്യയില്ല, മക്കളുമില്ല, ഒന്നുമില്ല. എന്താ ചോടാക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ മുൻ തലമുറ ആൾറെഡി മോട്ടിവേറ്റഡ് ആയിരുന്നു. അവർ മോട്ടിവേറ്റഡ് ആയതെന്ന് മാത്രമല്ല, അവരെ മോട്ടിവേഷൻ അങ്ങേ അറ്റമായിരുന്നു. കാരണം അവർക്കുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് മാത്രം പഠിച്ചാൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അവർക്കുണ്ടായത് പ്രതീക്ഷകളായിരുന്നു, ഹോപ്പ്, പ്രതീക്ഷ. നമുക്കില്ലാത്തതും അതാണ്. നമുക്ക് എന്ത് വേണമെന്ന് പോലും അറിയില്ല. അവർക്ക് എന്ത് വേണമെന്നറിയാമായിരുന്നു. സ്വന്തമായിട്ട് സ്ഥലം വേണം, കടപ്പാടം വേണം, കൃഷി വേണം, വരുമാനം വേണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ തൊട്ടുമുക്ക് ഉണ്ടായത് തന്നെ അങ്ങനെയാണ് ഇല്ലേ? ഒരു പക്ഷേ 40, 50, 60 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് ഇതൊക്കെ കാട് കൂടി കിടക്കുന്ന പ്രദേശം കൊല്ലത്തുനിന്നും കോട്ടയത്തുനിന്നും പാലിയെന്നും അവിടെ നിന്നൊക്കെ പോടെ കുറേ ആളുകൾ ഇങ്ങോട്ട് വരും. ഒരു ഹോപ്പുമില്ല. ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. ഞങ്ങൾ കരിക്കോട് അങ്ങാടിയിലാണ് താമസിക്കണം. ഇങ്ങനെ ആളുകളൊക്കെ പാടെ കെട്ടുമാറാപ്പറ്റി അങ്ങോട്ട് കോന്നൂർക്കണ്ടിക്ക് പോകുന്നുണ്ടല്ലോ, മൈസൂർ പറ്റി, അത് കേട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ എവിടെയോ ആണ്. അങ്ങോട്ട് കുറേ ആൾക്കാരെ പോവാം. മാത്രമല്ല സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ഇവിടുത്തെ കുട്ടികൾ അങ്ങോട്ട് വരിക. ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. ഇവിടുന്ന് കുട്ടികൾ എന്നും രാവിലെ അങ്ങോട്ട് നടന്ന് വന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോന്നിരുന്നു. അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മളെ വീട് താഴത്തങ്ങാടിയിലാണ്. അപ്പോൾ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. അപ്പോൾ കുട്ടികളിങ്ങനെ ഒരുമിച്ചാണ് എന്നിട്ട് ആ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് ഒരു പോക്കുണ്ട്. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. പിന്നെ ഞാൻ പെരുമാൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇവിടുത്തെ കുറേ ഡെയ്സി, മോളി, കുറേ കുട്ടികളുടെ പേര് എനിക്കറിയാം. അവരൊക്കെ അവിടെ എന്താണ് അതൊക്കെ ബുദ്ധിമുട്ടായിട്ടും 8 കിലോമീറ്റർ രാവിലെ അങ്ങോട്ടും 8 കിലോമീറ്റർ രാവിലെ ഇങ്ങോട്ടും നടക്കണമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ മക്കളെയും കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള പൂർവികരെ കുറിച്ച് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അവരറിയുന്നതോടുകൂടി നമുക്ക് മോട്ടിവേഷന് കാരണമാകാം. എന്നാൽ കഥയ്ക്ക് കിടക്കട്ടെ, കഥാപ്രസംഗമായി അല്ലേ? എന്നാൽ ഞാൻ കടലിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കടന്നില്ലേ എന്ന് പറയുക. അങ്ങനെ കഥയിലേക്ക് കടക്കാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നമ്മളെ രാഹുൽ ഗാന്ധിനെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അറിയാം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക, നമ്മളപ്പോൾ ഫോട്ടോക്കെ ചെയ്തിട്ടുണ്ടാവും. അവരുടെ അച്ഛൻ്റെ പേരെന്താ? രാജീവ് ഗാന്ധി അല്ലേ? രാജീവ് ഗാന്ധിൻ്റെ അമ്മ ആരാ? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിൻ്റെ അച്ഛനാരാ? നെഹ്റുവിൻ്റെ അച്ഛനോ? മോത്തിലാൽ. ഉഷാറാണല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, നെഹ്റു, മോത്തിലാൽ നെഹ്റു. റെഡിയല്ലേ? ഓക്കെ. ഇനി അവനാൻ്റെ അച്ഛന്മാരെ പറഞ്ഞാട്ടാൻ ചെന്നോ? അല്ല, രാഹുൽ ഗാന്ധിക്ക് അതിൽ അമ്മക്കുണ്ടല്ലോ. ഓക്കെ, അച്ഛന്മാരടുത്ത് പറഞ്ഞാൽ ഉൾപ്പെട്ടേക്ക് പറയും. ആർക്കറിയാം? വെല്ലുവിളിക്കാം. 4ാമത്തത് പറഞ്ഞാൽ 10,000 രൂപ. ഞാനല്ല, സുനിൽ വരും. ഉണ്ടോ? 4ാമത്തെ പിതാവിനറിയോ? ഇല്ല. 3ാമത്തത് നമുക്ക് കേട്ടൊരു ധാരണ ഉണ്ട്. ഇപ്പം പുതിയ കുട്ടികൾക്ക് 2ാമത്തത് തന്നെ അറിയില്ല. ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ സ്കൂളിൽ ക്ലാസ്സിന് പോയി, വലിയ ടൗണിലാണ്. ടൗണിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരെ അച്ഛനൊക്കെ ഇതേപോലെ ഗ്രാമപ്രദേശത്ത് നിന്ന് അവിടെ പോയി താമസാക്കിയതാണ്, ജോലിയൊക്കെ കിട്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കർഷക കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഉഷാറായിട്ട് ടൗണിൽ വലിയ ഉന്നത പദവി ജീവിക്കുന്ന ഒരാളാണ്. അയാളവിടെ ഫ്ലാറ്റൊക്കെ എടുത്ത് സുഖമായിട്ട് ജീവിക്കുകയാണ്. അയാളെ കുട്ടിയാണ്. കേട്ടപ്പോൾ ഞാൻ അറിയുന്ന പ്രദേശമാണ്. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് ഇന്നതാണ്, അച്ഛൻ ഇതാണ്. ഭയങ്കര വർത്താനം. മുത്തച്ഛൻ്റെ പേരെന്താണെന്ന് വെച്ചു. മുത്തച്ഛൻ്റെ പേരറിയില്ല, പാപ്പെന്നാ വിളിക്കൽ പറഞ്ഞു. അത്രയും കുട്ടിക്കാരിയുള്ളൂ. ഇത് വലിയ കുട്ടിയാണ്. അത് അറിയാം, ബന്ധമൊക്കെ ഉണ്ട്. എപ്പോഴും വെക്കേഷനൊക്കെ പോയി വരും. അതായത് ഇനിയിപ്പോൾ ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ മുത്തശ്ശൻ ആരാന്നുള്ളത് റെലവൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ ആവും. നമ്മളൊക്കെ മുത്തശ്ശൻ പേരെ കൂടി നമ്മൾ അറിയേയില്ല. എന്താ കാരണം? ഒരു കാരണമില്ല. നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കടം പിടിയിട്ട് ആയിട്ട് നിങ്ങൾക്ക് തീരൂല. നമ്മളിപ്പോൾ ഈ മുത്തച്ഛനെ അച്ഛനൊക്കെ ചിന്തിക്കണം എന്താ? എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളതുണ്ടല്ലേ. നമ്മളിപ്പോൾ കുറേ കടം ഉണ്ടാക്കി വെച്ചിട്ട്
എന്താ ഇപ്പോൾ മക്കൾക്ക് കൊടുക്കുക? നമ്മളെ അച്ഛൻ തന്നെ എന്താ കുറച്ച് സ്ഥലമൊക്കെ തിന്ന് അതൊക്കെ തിന്ന്. നമ്മുടെ അച്ഛൻ്റെ പൂജാമുറിയിൽ അച്ഛൻ്റെ പുറമൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് എന്താ? ഒരു ചുവന്ന മഷീനിലൊരു പാസ്ബുക്കാണ്. മക്കളെ, അച്ഛന് വീട്ടിയിട്ട് വീടില്ല, നിങ്ങൾ വീട്ടിൽ പോയി. അങ്ങനെ ഓലൊക്കെ പാടെ വീട്ടിൽ തീരൂല. പേരക്കുട്ടി ഇത് കേൾക്കുമോ? നിങ്ങളെ അച്ഛൻ ഉണ്ടാക്കി വീട്ടിന് അവിടെ അവിടെ എന്ന് ചോദിച്ചിട്ട് അച്ഛനെ തന്നെ വൃദ്ധസദനത്തേക്ക് ആക്കാൻ നിൽക്കാവോ? പിന്നെ അല്ലേ മുത്തച്ഛൻ്റെ കടം. ഉറപ്പാണ് ഞാൻ അറിയെങ്കിലും നമ്മളെ ഒന്ന് പേര് നമ്മളെ പേരക്കുട്ടിയിൽ പറയണമെന്ന് ഇല്ല. ഇതൊതിൽ പോയാൽ ഇനി പറയണമെങ്കിൽ എന്ത് വേണം? ഈ രാഹുൽ ഗാന്ധിയുടെ 5-മത്തോ 6-മത്തോ ഒന്നും അറിയണ്ട. എന്നാലും നമ്മൾ ജസ്റ്റ് നമ്മളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അറിയത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പം മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് നമ്മളെ വിഷയം. മോട്ടിവേറ്റിംഗ് ഫാക്ടർ, എന്തെങ്കിലും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാകണം. നമുക്കിപ്പോൾ ഇത്രയും കാലത്തെ ജീവിതത്തിൽ മുന്നിൽ വരുന്ന പരിഹരിച്ചു പോകാം. നമുക്കൊന്നും മുന്നിലേക്ക് ചിന്തല്ല. 2040 50 എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, ഉറപ്പാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മുത്തച്ഛനോട് ചോദിച്ചാൽ 4 കൊല്ലം കൊണ്ട് ഈ സ്ഥലം കൂടി എനിക്ക് വാങ്ങണം, 5 കൊല്ലം കൊണ്ട് കൂടി അത് വാങ്ങണം, എൻ്റെ കുട്ടീനെ 10 കൊല്ലം കൊണ്ട് അങ്ങനെ, ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ നമ്മളെ മുത്തച്ഛന്മാരച്ഛനുമൊക്കെ പറഞ്ഞിരുന്നത്. നമുക്കങ്ങനെയൊന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്ത് വേണമെന്നറിയില്ല. നമ്മൾ ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ തന്നെ കണ്ടെത്താനുള്ള മാർഗ്ഗം നമ്പർ 1 എന്ത് വേണം എന്ന് ചോദിച്ചാൽ പറയലാണ്. ഈ ഇരിക്കുന്ന 50 ആക്കും 100 ആക്കും 100 മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സാണ്. എല്ലാവർക്കും കോമൺ അല്ല. എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ നിങ്ങളെ ഫാക്ടർ ആക്കണമെന്നില്ല. ഇതിനകത്ത് പല ആൾക്ക് ഭക്ഷണം ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആവും. നമുക്ക് പോയി ഭക്ഷണം കഴിച്ച് പോരാ, കോഴിക്കോട് പോയിട്ട് എന്നാൽ പോവാം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരു സിനിമയൊക്കെ കണ്ട് പോരാ, നമുക്ക് ഭക്ഷണം വേണ്ടി വരില്ല. അപ്പോൾ സിനിമക്ക് പോകുമ്പോൾ ഒരു വടിയും ചായം കിട്ടിയാൽ മതി. അല്ല, അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സിനിമയാകും, ചില കഥ ചിലപ്പോൾ ബീച്ചിൽ പോകാം, ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആകാം. അത്തരത്തിൽ ഓരോരുത്തർക്കും ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം എന്ത് വേണം എന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ അതാണ് നിങ്ങളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. അത് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു 2000 അല്ല അതൊന്നും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകുമല്ലോ അല്ലേ? ഒന്നുമില്ലേ? ഉണ്ട്. ഏതോ ദൈവത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം മുമ്പിൽ വന്നു വിചാരിക്കുക. ഒരു ഫാൻറ്റസി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, യേശു നേരെ മുമ്പിൽ വന്നു, അല്ലെങ്കിൽ അയ്യപ്പ ആരാധ്യ പറ്റുക വന്ന സമയത്ത് അയാൾ ചോദിക്കുകയാണ്, ഓക്കെ എന്ത് വേണം? ഒരു 5 കാര്യങ്ങൾ പറ, ഞാനങ്ങ് പറഞ്ഞു തരാം, അപ്പോൾ തന്നെ തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 കാര്യങ്ങളില്ലെന്ന് ഞാൻ ഉറപ്പ് പറയാം. സാക്ഷാൽ ദൈവം തമ്പുരാൻ മുമ്പിൽ വന്നിട്ട് എന്താ മോളെ വേണ്ടത് പറ, 5 കാര്യം പറ, തരാം എന്ന് പറഞ്ഞാൽ 1 എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിതും വേണം, ഇതും വേണം, ഇതും വേണം, ഇങ്ങനെ പറയാൻ 5 മാർക്കുള്ള ഇവിടെ മാർക്കില്ല. 3 ഉണ്ടോ? ഉണ്ട്. ഇതിൽ നിലവിലില്ലാത്തതായിരിക്കണം. നിലവിലിപ്പോൾ കിട്ടിയതാകരുത്, പുതിയതായിട്ട് എന്താണെന്ന് പറയണ്ട. അത് മൂപ്പരോട് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ ഒരുങ്ങാണ്. ഓക്കെ 2 എന്തെങ്കിലും ഒന്ന് ഇല്ല, ഒന്നുമില്ല. ഇതാണ് സംഭവം. കഴിഞ്ഞാൽ നിങ്ങൾ തൊഴാനോ പ്രാർത്ഥിക്കാനോ നിൽക്കുമ്പോൾ ദൈവം മുമ്പിൽ വരുന്നുണ്ട്. മൂപ്പര് ഇങ്ങനെ എൻ്റെ കുട്ടി എന്താ ചോദിക്കണം നോക്കണ്ടത്. നിങ്ങളൊന്നും ചോദിക്കില്ല, മൂപ്പര് ഏറ്റവും അടിച്ച് മൂപ്പരാണ് നോക്കുക. ഇതപ്പോൾ സംഭവിക്കും. നിങ്ങൾക്ക് യു ആർ നോട്ട് മോട്ടിവേറ്റഡ്. നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ് വേണോ വേണ്ടേ എനിക്കറിയില്ല. നിങ്ങൾക്ക് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇല്ല. എന്തിനാണ് ജീവിക്കുന്നത്, എന്താ വേണ്ടത്, ജീവിതത്തിൽ എന്ത് വേണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ നിങ്ങൾക്ക് ഉണ്ടാകണം. ആർക്കും ഉണ്ടാകണം. ഇനിയിപ്പം സംഘടനാ തലത്തിൽ എനിക്ക് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആകണം, ആയിക്കോട്ടെ, അങ്ങനെ ഒരു ആഗ്രഹം വേണം. അയാളുടെ നടപടിയും ഒന്നും ആകണ്ടാത്തവൻ്റെ നടപടി 2-2ആയിരിക്കും. അങ്ങനെ ഒരു ചിന്ത ഉള്ളവൻ്റെ ഓൻ്റെ ചിരിയും ഓൻ്റെ പെരുമാറ്റമൊക്കെ നന്നാവും. അവല് എനിക്ക് അടുത്ത പ്രാവശ്യം താലൂക്കിന് ഇതിൻ്റെ മേലെല്ലാം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നേരത്തെ മേഡം സംസാരിച്ചല്ലോ, നിയോജക മണ്ഡലം പ്രസിഡൻ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീ ഉണ്ടെങ്കിൽ അവൾ പെരുമാറുന്ന രീതിയും ആളുകളുടെ പെരുമാറുന്ന രീതിയും സഹിക്കുന്നതൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. എനിക്കൊന്നും ആണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ കടിച്ചുറച്ചോണം നിൽക്കുക, ഓളാണെന്ന് കാണണം അല്ലേ? അതെ, പിന്നെ അതേ വർക്ക് ചെയ്യുള്ളൂ. അപ്പം എന്താ, എന്തെങ്കിലും ഒരു ആഗ്രഹമില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അവിടെ സ്വർഗ്ഗരാജ്യമുണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? എന്തിനാപ്പോൾ അങ്ങനെ പറയണത്? എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞത് തന്നെയാണല്ലോ. ദൈവം സൃഷ്ടിച്ച ദൈവത്തിന് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരെ? എന്തിനാ മൂപ്പര് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ തരാം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ തരാം എന്നൊക്കെ പറയണത്? അതിനെയാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയാം. കാരണം ദൈവത്തിനറിയാം ഈ ചങ്ങായി നീച്ചോർത്തുനിന്ന് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ചെയ്യൂല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പ് വെക്കണം, ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പാടില്ല. എന്തിനാപ്പത്? അവിടെ ചെന്നിട്ട് അത് കിട്ടും ഇത് കിട്ടും, അത് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആയിട്ട് ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളൊരു ഫാക്ടറാണ്. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മളെ ലൈഫിൽ അത് കണ്ടെത്തിയില്ല. അതുകൊണ്ട് എന്ത് വേണം എന്ന് ചോദിച്ചാൽ പറയുക. ഇനിയിപ്പം പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ സ്കൂളിൽ പണ്ട് പഠിച്ചില്ല, നമ്മൾ ഒരു പാഠം ഒരു മഹർഷി കാട്ടിൽ പോയി കൊടുന്ന ബസ് ചെയ്തു. നിങ്ങളൊന്നും പഠിച്ചിട്ടല്ല, നിങ്ങൾ കുട്ടികളാണ്. ക്ലിക്ക് 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 കുറുക്കും. അപ്പം നമ്മൾ ബാച്ചാണ്, ഞാനങ്ങനെ അറിയില്ല. ക്ലിക്ക് ക്ലിക്കിൽ പറഞ്ഞാൽ ക്രൂ ഇങ്ങോട്ട് പറയും. അപ്പോഴാണ്
നമ്മൾ ഒരു പാഠം പഠിച്ച ആൾക്കാർ നമ്മളൊക്കെ നമ്മൾ പ്രായം ഇത്ര ഓർഡർ ഇട്ടിട്ടും കാര്യമില്ലായിരുന്നു. ക്ലിക്കാണ് കുറു ആയിരുന്നത് നമ്മൾ വയസ്സിൽ കിട്ടും. ഓക്കെ, അപ്പം അന്ന് കുഴപ്പമില്ല അതൊന്നും പറയില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചൊരു പാഠമാണ് അത് ക്ലിക്കിൽ 3-ലാണ്, 2ാം ക്ലാസ്സിലെ പാഠമാണ്. എന്ത്, ഒരാൾ കാട്ടിൽ പോയി കടും തപസ് ചെയ്തു. കാട്ടിൽ അപ്പം മഹർഷി തപസ് ചെയ്ത ദൈവം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇങ്ങനെ പാഠം ഞാൻ പഠിച്ചത്, അതാ ഞാൻ ചോദിച്ചത്. അത് ചോദിച്ചപ്പോൾ നിങ്ങൾക്കില്ല. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കാൻ ചോദിക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ചെക്ക് തരാം. ചെക്ക് ഇന്നിപ്പം ശനിയാഴ്ചയില്ലേ, നാളെ ഞായറാഴ്ച ഒഴിവാണ്. തിങ്കളാഴ്ച രാവിലെ പുടിത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഇവിടുത്തെ ബ്രാഞ്ച് ഇപ്പോൾ അതല്ലേ, ആ ബാങ്കുകളെ ചെക്ക് എല്ലാവർക്കും ചെക്ക് ഇത് ഡേറ്റ് ഉണ്ട്. ഡേറ്റ് മറ്റന്നാളത്താണ് 9/12/24. സംഖ്യ എഴുതിയിട്ടില്ല. ഇന്നലെ ചെക്ക് തരും. തിങ്കളാഴ്ച രാവിലെ ബാങ്കിൽ പോകുന്നു, ബാങ്കിൽ നിന്ന് പെന്നെടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ അതിനകത്ത് എഴുതാം. എത്ര വെച്ചാൽ എഴുതും, എത്ര എഴുതിയാലും ഇത് കിട്ടും. എങ്കിൽ നിങ്ങൾ എത്ര എഴുതും? നമുക്ക് ആഗ്രഹിക്കാറില്ലെന്ന് അറിയാം. പറ, കോപ്പി അടിക്കണ്ട, അവനാണ് ഇഷ്ടമുള്ള പറ. ഒരു ചെക്ക്, ബ്ലാങ്ക് ചെക്ക് കിട്ടുന്നു, എത്രയെന്ന് വെച്ചാൽ എഴുതിക്കോ. അത് അവിടുന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എഴുതുന്ന ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അറിയാനുള്ള എക്സസൈസാണ്, മെൻ്റൽ എക്സസൈസ്. അതിന് സംഖ്യ കെട്ടാൽ മതി എനിക്ക്. ഓരോരുത്തർക്കും ഓരോ. മാഡം, നോ എക്സ്പ്ലനേഷൻസ്. നിങ്ങൾക്ക് ചെക്കിൽ എത്ര എഴുതും നിങ്ങൾ സംഖ്യ പറഞ്ഞാൽ നമ്മുടെ കടം വീട്ടാനുള്ള തുക. ചെക്ക് ബാങ്ക് അപ്പോൾ ഇന്ന വിശ്വാസമല്ല, ഇതൊക്കെ നമ്മളെ കുഴപ്പമേ. അതൊന്നും ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ എന്ത് എഴുതുന്നുവോ അത് അവിടുന്ന് ആ ക്യാഷ് നിങ്ങൾക്ക് തരുമെങ്കിൽ നിങ്ങൾ എത്ര എഴുതും? 10 ലക്ഷം. ഓക്കെ, 10 ലക്ഷം, 15 ലക്ഷം. ഓക്കെ, പറ. 50 ലക്ഷം. 1 ലക്ഷം. വളരെ മോശം അല്ലേ? ഞാൻ 50 ലക്ഷത്തിൻ്റെ വില പറ. അല്ലല്ല, നിങ്ങൾ പറ. അതായത് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യും, ആഗ്രഹിക്കും. ഒരു ബ്ലാങ്ക് ചെക്ക് കിട്ടിയിട്ട് ബാങ്കിൽ പോയാൽ എന്ത് കിട്ടുമെന്ന് പറ. അതാ അതിമോഹം എന്നൊക്കെ പറയണതിനാ. അത് കിട്ടുന്നുണ്ടെങ്കിൽ പറ. 500 ഉണ്ടോ? അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് വരും. ആഗ്രഹം 100 കോടി മേലാരുണ്ടോ? സാറിന്റെ പേരെന്താണ്? ജോളി. ഫുൾ ജാലി ഇരിക്കേ. ഓക്കെ, ഇനിയിപ്പോൾ ജോളി ചേട്ടൻ ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ജോളി ചേട്ടൻ ഈ 100 കോടിക്ക് എത്ര പൂജ ഉണ്ടാവും? നോക്കിയിട്ടില്ലല്ലോ. ടാറ്റക്കും മുറലൊക്കെ കുറ്റം. 100 കോടി നമുക്ക് ചെക്ക്. ബാങ്കിൽ പോയി, ഓക്കെ, ബാങ്കിൽ പോയിട്ട് കാശ് കിട്ടണമെങ്കിൽ അതിനകത്ത് പൂജ ചെയ്താതെ കിട്ടുമോ? ഞാൻ ഇലോൺ മസ്ക് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ബാങ്കിൽ ഞാൻ ചോദിച്ച എത്ര ഉള്ളൂ? ഒരു ബ്ലാങ്ക് ചെക്ക് കിട്ടിയ എത്ര എഴുതും? 100 കോടി എഴുതണമെങ്കിൽ അതിനകത്ത് എത്ര പൂജ ഉണ്ട് എന്നെങ്കിൽ 100 കോടി തികയുള്ളൂ. ഉണ്ടാവും, ആയിക്കോട്ടെ, ഉറപ്പിക്കുക. എനിക്കറിയില്ല, തികഞ്ഞിക്കോട്ടെ. അപ്പോൾ ഞാനിത് പറയാന്ന് വെച്ചാൽ, ഒന്നുകിൽ നമുക്ക് 2 സ്വഭാവമാണ് മക്കളുള്ളത്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, ഇല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കാണ്ടമാനം കാലിമാരുണ്ട് എഴുതാം, ഇല്ലെങ്കിലോ മറ്റ് 500 രൂപ കുറയാം. ഈ 2 നമുക്കുള്ളത്. ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയണം. ഞാൻ ഒന്നുകൂടി ക്ലിയറായിട്ട് ചോദിക്കാം. ഈ എത്ര എഴുതിയാലും കിട്ടും എന്ന് വിചാരിച്ചോളൂ. പക്ഷേ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ആ കിട്ടിയ പണം വൈകുന്നേരം 5 മണി ആകുമ്പോഴേക്കും ചെലവഴിച്ച് തീർക്കണം എന്ന് പറഞ്ഞു വിചാരിച്ചാൽ. എത്ര എഴുതിയാലും കിട്ടും, പക്ഷേ 5 മണിയാകുമ്പോഴേക്കും നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് തീർക്കണം എന്ന് പറഞ്ഞാൽ എത്ര എഴുതും? വൈകുന്നേരം ആകുമ്പോഴത്തേന് തീരുമോ? 100 കോടി ഇട്ടിട്ട് ഇപ്പോൾ മലബാർ ഗോൾഡ് വൈകുന്നേരം ആകുമ്പോഴത്തേന് തട്ടിക്കൂട്ടാൻ പറ്റില്ല. മനസ്സിലല്ലേ? എന്താ ചോദ്യം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര എഴുതും? അതാ റിയാലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ 10,000-ക്കും 1000-ക്കും വന്നു. ഇതാണ് ഒരു എക്സസൈസ് വേണ്ടത്. എന്ത് വേണമെന്ന് ചോദിച്ചാൽ തൽക്കാലം വേണ്ടതിനെക്കുറിച്ചും കുറച്ചു കാലം കൊണ്ട് വേണ്ടതിനെക്കുറിച്ചും കാലാകാലം കൊണ്ട് വേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ സാധിക്കണം. നമുക്കതറിയില്ല. നമ്മൾ അപ്പൂപ്പന്മാർ ചെയ്തെന്താ? എവിടെയോ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചിട്ട് പോന്നിട്ട് കെട്ടുമാറാപ്പെട്ടു. ഒരു വസ്തുവില്ല, കുറച്ച് കാശുണ്ടാവും. ഇവിടുന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ട് വളച്ചിട്ടിട്ട് അവരെ മനസ്സിൽ എന്തുള്ളൂ? 10 വർഷം 20 വർഷം കൊണ്ട് എൻ്റെ മക്കളെ എനിക്ക് ഇങ്ങനെ ആക്കണം. എന്നാൽ ഞാൻ കുട്ടികൾ അധികമായ പേടില്ലോ? അതുമില്ല. 8, 10, 12 മക്കളുണ്ടാകുന്നു. അവർക്ക് ആഗ്രഹം എന്താ? ഈ മക്കളൊക്കെ ഒരു അസറ്റായിട്ട് അവർ കണ്ടത്.
ഇപ്പോൾ ചൂരൽമലയിൽ നാളെ വലിയ അപകടമൊക്കെ ഉണ്ടായല്ലോ. അവിടെ ഇതിന് മുമ്പ് നടന്ന TV ഷോ നിങ്ങൾ ശ്രദ്ധയപ്പെട്ടോ? ഒരു അമ്മമ്മ സംസാരിക്കണത് ഈ വാട്സപ്പിലൊക്കെ വന്നിരുന്നു. അതായത് ചൂരൽമല അപകടം നടന്നതിന് മുമ്പ് അവിടെ TV ഷോ നടന്നു, ഇതേപോലെ ഒരു ടോക്ക്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് TV അവതാരകർ അവതരിപ്പിക്കാണ് നിങ്ങൾ ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ്. അപ്പോൾ ഒരു അമ്മൂമ്മ എന്ന് പറയാനായിട്ടില്ല, 40, 50, 60 വയസ്സുള്ളൂ. ഞാൻ പാലക്കാട് നിന്നാണ് ഇവിടെ കുടിയേറിയത്. ഞാൻ 9ാം വയസ്സിലാണ് ഇവിടെ വന്നത്. 16ാം വയസ്സിൽ എന്നെ കെട്ടിച്ചു വിട്ടു. കല്യാണം കഴിച്ചപ്പോൾ കാണാൻ വന്നതൊക്കെ എനിക്ക് പറഞ്ഞു. ഞാൻ കുളിച്ചു വരുമ്പോൾ ഒരാൾ വന്ന് പേര് ചോദിച്ചു, അതാണ് എൻ്റെ ഭർത്താവ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിമ്പിളായിട്ട് സംസാരിച്ചിട്ടായിരുന്നു. 9 മക്കളുണ്ടായി. അവർ ആവേശത്തിൽ പറയാണ്, വളരെ കഷ്ടപ്പെട്ട് ഭർത്താവ് മരിച്ചു, 30 വയസ്സോ 40 വയസ്സോ ആകും. പിന്നെ വളരെ കഷ്ടപ്പെട്ടു ചായത്തോട്ടത്തിലും കാപ്പിത്തോട്ടത്തിലും പോയിട്ട് ജോലി ചെയ്ത് അവരെ പിന്നെ മക്കളുണ്ട് വലുതായോട് കൂടി ഞാൻ രക്ഷപ്പെട്ടു. അവൾ പറയും എത്ര പോസിറ്റീവായിട്ടാണ് പറയണത്. ഈ 9 കുട്ടികളെ പ്രാഗല്ല ചെയ്തത്. ആ 9 കുട്ടികളെ അസറ്റായിട്ട് എടുത്തിട്ട് പറഞ്ഞു. അതിൽ 2-3 മക്കൾ പിന്നെ സ്വയം അധ്വാനിക്കാൻ തയ്യാറായി. ഇതാണ് പഴയ സ്റ്റോറി. നമുക്കിപ്പോൾ ആ സ്റ്റോറി ഇല്ല. അത് വേണമെങ്കിൽ അതാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോകണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒന്നാമത്തത്, ഇപ്പം നമ്മൾ 0 മൈനസിൽ നിൽക്കുന്നുണ്ട്. ഇത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് കടമൊന്നുമില്ലാത്തൊരവസ്ഥയിൽ വരും എന്ന് ചിന്തിക്കാൻ പറ്റുക. 2, പിന്നെ എത്ര വർഷം കിട്ടിയാൽ നിങ്ങൾ കുറച്ച് അസറ്റ് ബിൽഡ് ചെയ്യും. 3, നിങ്ങൾ ഇവിടുന്ന് മരിച്ചു പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉള്ള ആൾക്കും മോട്ടിവേറ്റഡ് ആയ ആളെ തിരിച്ചറിയില്ല എങ്ങനെയെന്ന് ഞാൻ പറയാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാണ്. ഒന്ന്, നമ്മൾ ഒരു ദിവസം ഉറപ്പുള്ളൊരു കാര്യം ഇപ്പം എന്താ, നമ്മൾ മരിക്കും എന്നുള്ളതല്ലേ ആണല്ലോ. മരിച്ചാൽ പിറ്റേന്ന് പത്രത്തിൽ വരുമല്ലേ, വരും. അങ്ങനെയാണെങ്കിൽ മോട്ടിവേറ്റഡ് ആയ ഒരാളോടുള്ള ടെസ്റ്റ് എന്താ പറയുക, ലാസ്റ്റ് ടെസ്റ്റ്, നിങ്ങൾ മരിച്ചാൽ പിറ്റേ ദിവസം പത്രത്തിൽ വരുന്ന ന്യൂസ് എഴുതിത്താം എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേറ്റഡ് ആയ ആൾ എഴുതി തരും ഹെഡിങ്. നിങ്ങൾ കഴിക്കാൻ ധൈര്യം ഉണ്ടാവും. ഇപ്പം ആകെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സംഗതി എന്താ, മരിക്കുന്നു മാത്രം. മരിച്ച പത്രത്തിൽ വരുമോ? വരും. ഏത് പേജിലാണ് വരിക? ചരമകോളത്തിൽ വരണമെങ്കിൽ മരിച്ചെടുത്താൽ വന്നോളൂ. അതിന് നമ്മളൊന്നും ചെയ്യണ്ട. അല്ലെ ആരെങ്കിലും പണ്ടോ ഫോട്ടോ കൊടുത്തിട്ടാണ് കിട്ടുള്ളൂ. അതൊരു കഴിവാണോ? അല്ല. എൻ്റെ ആഗ്രഹം ചരമകോളത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. അങ്ങനെ രക്ഷപ്പെടുക കുറച്ചെന്തെങ്കിലുമൊക്കെ നാട്ടിൽ അരികോടൊക്കെ ചുറ്റി പറഞ്ഞ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ 2ാം പേജിലോ 3ാം പേജിലോ ന്യൂസ് വരും. അല്ലേ, കുറച്ചും കൂടി നന്നായി പ്രവർത്തിച്ചാൽ ജില്ലാ പേജിൽ നാട്ടുവിശേഷം 5ലോ 6ലോ വരും. കുറച്ചുകൂടി നന്നായി പ്രവർത്തിച്ചാൽ പിന്നാമ്പുറത്ത് വരും. നന്നായി പ്രവർത്തിച്ച ഒരാളോ എവിടെ വരിക? ഫ്രണ്ട് പേജിൽ വരുമ്പം മരിച്ചു ഒന്നും ഉണ്ടാവില്ല അല്ലേ. ആളുകൾപ്പം മാർപ്പാപ്പ കാലം ചെയ്തു അല്ലേ, അവർക്ക് ഉപയോഗിക്കണ വാക്കാകാം. ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ്. എന്താ, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുമ്പം ഗിൽഡെന്നോ അല്ലെങ്കിൽ മർഡേഡ് എന്നൊന്നും പറഞ്ഞില്ല, അസാസിനേറ്റഡ്. ഓരോ പദങ്ങളാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പേജിൽ എത്തുന്നതോടുകൂടി അതിൻ്റെ സ്വഭാവം തന്നെ മാറിയിട്ട് എന്താ പറയുക, മരണത്തിന് തന്നെ പര്യായ പദങ്ങൾ വേറെ വരുന്നു. ഇപ്പോൾ ഞാൻ കണ്ട ഏറ്റവും നല്ല ഒരു ഉദാഹരണം റഫീ സാഹബ്, മുഹമ്മദ് റഫീ, പഴയ പാട്ടുകാരൻ. അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആ നാഥധാര നിലച്ചു എന്നാണല്ലോ. വേറെ ഒന്നുമില്ല, മരിച്ചൊന്നുമില്ല, റാഫി ഒന്നുമില്ല. അതോടുകൂടി അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ സക്സസ് ആയിട്ട് ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ. അപ്പോൾ ഇതാണ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളെ പ്രത്യേകം എന്താ വെച്ചാൽ, മരണവാർത്ത എഴുതാൻ പറഞ്ഞാൽ അവൻ ധൈര്യമായിട്ട് എഴുതും. പ്രമുഖ വ്യവസായി സുനിൽ അന്തരിച്ചു. ബാക്ക് താങ്ങിക്കോളെ. സുനിലിൻ്റെ കണ്ടു തെറ്റിപ്പോയി. ഇപ്പോഴും സ്നേഹ നല്ല കണ്ടിട്ടോ, പിടിച്ചു. ഓക്കെ, ആലോചിച്ച് നോക്കുക. ഇത് ധൈര്യമായിട്ട് പറയാൻ കഴിയുമാർക്ക് മോട്ടിവേറ്റഡ് ആക്ക്. നമുക്കിപ്പോൾ നാളെ പീടിക തുറക്കണതിൻ്റെ പേടിയാണ്. നമ്മളവസ്ഥ ഇപ്പോൾ അതാണ്. നാളെ കട എന്തിനാ തുറന്നിട്ടില്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തുറന്ന് ചുറ്റിരിക്കഴിഞ്ഞാൽ പറ്റൂല, കൊടുക്കാമല്ലോ, പെരീക്ക് വരും. ഒരാളോട് തുറന്ന് പറഞ്ഞതാ. എന്നുവെച്ചാൽ കുറേ പാർട്ടിക്കൊക്കെ പൈസ കൊടുക്കാനുണ്ടാവും. നമ്മൾ അടച്ചാൽ എന്താവും, ഒരു വണ്ടി വരും, ഓൻ വരുമ്പം 2000 കൊടുക്കാനോ 3000 കൊടുക്കാനോ സാധനം വെച്ചിട്ടുണ്ടാവും. സാധനമൊക്കെ അവിടെ ഉണ്ട്. എന്താ ചെയ്യുക, അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ 250-300 ബാക്കി നമുക്ക് അടുത്ത ആഴ്ച ആക്കുന്നുണ്ട് കൊടുത്തിട്ട് വിട്ടാൽ. അതവിടെ ഇല്ലെങ്കിലോ 2000 അപ്പം കിട്ടേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ആകുക എന്ന് പറഞ്ഞതിൻ്റെ തുടക്കം എന്ത് വേണമെന്ന് ആഗ്രഹിക്കലും, മോട്ടിവേഷൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തുനിന്ന് നമ്മൾ പിരിഞ്ഞു പോണ സമയത്ത് നമ്മൾ എന്തായി തീരുമെന്ന് ആഗ്രഹിക്കലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളതാണ് ജീവിതം. ആ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്കുള്ളൂ. അത് മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറാണ്. അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കഴിഞ്ഞു, അത് ഫിക്സഡാണ്. പക്ഷേ അന്തമില്ലാത്ത അല്ലെങ്കിൽ അറ്റമില്ലാത്തൊരു സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടും? ലൈഫ് പാർട്ട്ണർ അടുത്ത് നിന്ന് കിട്ടും. അത് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടും, ഭർത്താവിൽ നിന്ന് ഭാര്യയുടെ അടുത്ത് നിന്ന് കിട്ടും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിക്കൽ കുറവാണ്. നേരത്തെ മേഡം ഇവിടെ പറഞ്ഞു. കാരണം വെച്ചാൽ അവനാൻ്റെ ഈ അവസ്ഥ ആണുങ്ങൾക്ക് പ്രത്യേക പ്രശ്നമുണ്ട്. ആണുങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തോ ഒരു ഗൗരവമാകരുത് ആണുങ്ങൾക്ക് എന്തിനാ അറിയില്ല. അങ്ങാടിയിലൊക്കെ ഭയങ്കര ചിരിയും കളി തമാശ.
ചിലപ്പോൾ ഞാൻ സില്ലൊക്കെ ഇങ്ങനെ റോഡ് പോകുമ്പോൾ ഡയറ്റൊക്കെ പറഞ്ഞാൽ പോവാം. പക്ഷെ മുറ്റത്തൊക്കെ എത്തുമ്പോൾ പിന്നെ വേറെ ആവും. ഇത് വാതിൽ മുട്ടിനോട് കൂടി കുട്ടികൾ വരും. അച്ഛാ അതുവരെ ആ ഒച്ച കേട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇത് വേഗം മനസ്സിലാവും. കുട്ടികൾ ചെറിയറ്റുകളുണ്ടാവും, അവർക്ക് കഴിയില്ല. അച്ഛാ 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 എന്നാ ഒരു ചാട്ടം ഓനോട് പോയി. പിന്നെ രണ്ടായിട്ട് ക്യാ ഒരൊച്ച ക്യാ കേൾക്കുമ്പോൾ നമ്മൾ ചെയ്ത് ഇന്ത്യക്കാരെ പേര് അല്ല, മലയാളത്തിൽ പെണ്ണുങ്ങളെ വിളിച്ചതാ നോക്കിയാ. അപ്പോൾ അതിനനുസരിച്ച് പറഞ്ഞ മറുപടി ഇന്ത്യ നമ്മൾ ശ്രുതി വെക്കുമല്ലോ അല്ലേ, നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അതിൻ്റെ പറഞ്ഞു നോക്കിയാ എന്താ ചേട്ടാ അങ്ങനെ വിളി. ഒന്നും പ്രതീക്ഷിക്കാതെ വേണ്ട. എന്താ ചേട്ടാന്ന് വിളി കേൾക്കണമെങ്കിൽ അതിനനുസരിച്ച് അവിടെ പോയി വിളിക്കണം. അല്ല അതൊക്കെ മറന്നുപോയി മാത്രമല്ല, അങ്ങനെ സംഭവം ഞാനിപ്പോൾ ജീവിതത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ചിരികളി തമാശ ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇന്ന് രാത്രി ഒരു എക്സസൈസ് ആയിക്കോട്ടെ, രണ്ടാമത് അങ്ങനെ ഞങ്ങൾ കിടക്കാതിരിക്കുക. ഒരാൾ ബെഡിൽ കിടക്കും, മറ്റൊരാൾ വന്ന് വാതിൽ കുച്ചിട്ട് അങ്ങനെയൊക്കെയല്ല നമ്മൾ തിരക്കഥ എഴുതുക. ഒരു ബെഡ്റൂം സീറ്റിൽ എങ്ങനെ നിങ്ങൾ സിനിമ ഏൽപ്പിച്ചാൽ അല്ലേ, ഹസ്ബൻഡ് വൈറ്റൊക്കെ അങ്ങനെ കെട്ടി കിടക്കും, ക്യാമറ അങ്ങനെ വെക്കും, ഭർത്താവ് വരും, വാതിൽ കുറ്റിടും, ലൈറ്റ് ഓഫ് ചെയ്യും, ഇവിടെ നിന്ന് കിടക്കും. ഇതല്ല സീന്. അങ്ങനെ സീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം. മൂപ്പര് വന്ന് വാതിൽ കുറ്റിയിട്ടിട്ട് വരുമ്പം പറയാം ലൈറ്റ് ഓഫ് ആക്കും, പറയാം ഓഫാക്കല്ലേ അറിയാം, ഇവിടെ ഇരിക്കുകയല്ല. എന്നിട്ട് മൂപ്പരെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കാം. അപ്പോൾ ആലോചിച്ചിട്ടുണ്ടൊക്കെ ചെയ്യും. എന്താ ഇത്രയും സംഭവം? അത് സ്വന്തം ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാം. എന്താ ഉണ്ടാകുക? ബാക്കി തിരക്കഥ നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ ഭർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നു. ചോദിച്ചിട്ട് സ്വയം വെയിറ്റ് അല്ലേ? എന്താ സംഭവിക്കുക? നോക്കിക്കഴിഞ്ഞാൽ നോക്കി നോക്കൂ. ഒന്ന് ഭർത്താവിൻ്റെ മുഖത്ത് എത്രയേ പൊള്ളിയും കുത്തൊക്കെ പിന്നെ ഉണ്ടായതുണ്ട്, കണ്ടിട്ടില്ല. നേരെ വേണം നോക്കാം. എന്താ സംഭവിക്കുക? പറയും. ബാക്കി തിരക്കഥ എഴുതി. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ആദ്യമായിട്ട് കാണുകയാണെന്ന് ചോദിക്കുക. അതൊക്കെ ചോദിച്ചാൽ മര്യാദ ഉണ്ട്. അതൊക്കെ പോളിഷ് ചെയ്തിട്ടാണ് കുട്ടി പറയുന്നത്. ഒന്നുകൂടി റിയാലിറ്റിയിലേക്ക് വരും. അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കില്ല. അങ്ങനെ അതിൻ്റെ ഭാവം എങ്ങനെ ആയിരിക്കും? അത് മുപ്പൊരു ഭാവല്ലേ. ഞാനൊരു തിരക്കഥ വരാം. ഇങ്ങനെ നോക്കും, ലൈറ്റ് ഓഫ് ആക്കൽ ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ നോക്കാം. അപ്പോൾ മുപ്പൊരു അത്ര നോക്കണേ അല്ലേ? ഞങ്ങളെ ഭാഷയിൽ താൻ എന്നാ നോക്കണേ, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ നിൽക്കില്ലോ. നമ്മൾ കുറച്ചാറില്ല. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞ പോലെ നിങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കും. അവനാൻ്റെ കാര്യം നമുക്ക് വീടൊക്കെ ഒന്ന് നന്നാക്കണ്ടേ, മക്കൾക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടാക്കണ്ടേ, നമുക്ക് അങ്ങനെ ചെയ്യാൻ. അല്ലെങ്കിൽ വീടിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊന്ന് സംസാരിച്ചാൽ എത്ര നേരം നിങ്ങൾക്ക് ആ വർത്തമാനം കൊണ്ടുപോകാൻ പറ്റും നിങ്ങളെ വിചാരം? കുറേ സമയം ആരാനെ പറ്റിയല്ല കേട്ടോ. എത്ര പറ്റും മാഡം? അതായത് ഭർത്താവിനെ മുഖത്തേക്ക് വെക്കണം. ഭർത്താവ് എന്താ നോക്കോട് ചോദിച്ചു, ഒന്നുമില്ല ഇവിടെ ഇരിക്കും, നമുക്ക് കുറച്ച് വീടൊക്കെ നന്നാക്കണ്ടേ, നമുക്ക് അങ്ങനെ നടക്കണ്ടേ, ഇങ്ങനെ ആക്കണ്ടേ എന്ന് ചോദിച്ചാൽ എന്തായാലും ആ സംഭാഷണം എത്ര നേരം തുടരും? കാരണങ്ങളുണ്ട്. അവനാൻ്റെ പറഞ്ഞാൽ മതി, പലതൊന്നും പറയണം. അപ്പോഴത്തെ ആരാൻ്റെ വ്യക്തിത്വത്തൊക്കെ പോവുക. അവനാൻ്റെ സമയം പറ, അവനാൻ്റെ സമയം പറ. പറഞ്ഞില്ല എന്നപ്പാ നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കും. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ചോദിക്കുന്നതോട് കൂടി അവർ റിയാലിറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്യണതെങ്കിൽ ഭർത്താക്കന്മാർ കുറച്ച് ക്രൂരരാകും, ദേഷ്യം വരും. നന്നാക്കണം, ഒരു സ്വർണ്ണമൊക്കെ ഉണ്ടാക്കണം, ഉണ്ടാക്കണം, ഈ നട്ടമാതിരാണോ സ്വർണ്ണം. മിക്കവാറും 2-3 മിനിറ്റ് കൊണ്ട് രണ്ടാളോട് കിടക്കും. അന്ന് ബെഡ് 2 താന്നിട്ട് നടുപൊങ്ങി. അന്ന് ഒരു ലോകം ഉണ്ടാകും. അതേസമയം ആരാനെ പറ്റി പറഞ്ഞാലോ നേരം വെളുക്കും, കോഴി കൂടണം. ഇതാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾ മോട്ടിവേറ്റഡ് ആയ ആളുകളാണെങ്കിൽ അവനവനെ കുറിച്ച് പറഞ്ഞിട്ട് നേരം വെളുക്കുകയും ആരാനെക്കുറിച്ച് പറഞ്ഞാൽ ചിലക്കാണ്ട് മിണ്ടാണ്ടിരിക്കുക അവിടെ എന്ന് പറഞ്ഞ രീതിയിൽ വരും. അതാണ് മോട്ടിവേറ്റഡ് ആളുടെ വ്യത്യാസം. ഇപ്പോൾ മോട്ടിവേഷൻ ആവശ്യമുണ്ടല്ലേ? ധാരാളം ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നും വേണ്ട, എന്ത് വേണമെന്ന് ചോദിച്ചാൽ അതറിഞ്ഞാൽ മതി. സിമ്പിൾ. എന്താണ് വാട്ട് ഈസ് യുവർ ഗോൾ, എന്താണ് പ്രശ്നം? അപ്പോൾ എന്താണ് മിനിമപ്പത്തെ സ്ഥിതി വെച്ചിട്ട് നിലവിൽ ഇത്ര വർഷം കൊണ്ട് ഇത്ര സമയം കൊണ്ട് ഇതിൽ നോക്കുന്നത് ഇപ്പോഴത്തെ ഈ ചുറ്റുപാട് നോക്കുന്ന രക്ഷപ്പെടണം. എന്തിന് രക്ഷപ്പെടുക? ബാധ്യതകൾ. ഇതാണ് നമ്മളെ വിഷയം. ഇത് ആരും ചർച്ച ചെയ്യാത്ത വിഷയമല്ല. ശരിക്കും ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വിഷയം ബാധ്യതകളാണ്. നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല പലപ്പോഴും. ഇപ്പം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ കൊണ്ടുപോകും. അറിയാലോ, പള്ളി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്ന് കിടത്തും. അവിടെ നിന്ന് ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും കേട്ടിട്ടുണ്ടാവും. എന്താ പറയുക അറിയോ? പൊന്നാളാണ് മരിച്ചെടുക്കുന്നത്, മുജീബാണ് മരിച്ചെടുക്കുന്നത്. ഇവിടെ വെറുതെ പറയും, വീടിന് അപ്പം അറിയും.
മുജീബ് എന്ന ആളാണ് മരിച്ചത്. ഇവിടെ കുറേ കാലം വ്യാപാരി വ്യവസായിക്ക് തന്ന ആളാണ്. വാക്കുകൊണ്ടോ പ്രവർത്തി ഞങ്ങൾ സീരിയസ് ആയി പറയുന്നുണ്ടോ, അവിടെ വളരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയാണ് തുടങ്ങാൻ നേരത്ത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അത് പൊറുക്കണം, മാപ്പാക്കണം. അത് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വിടുന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഡയലോഗ് പറയുന്നുണ്ട്, എന്താ പറയുന്നത്, സാമ്പത്തികമായ ബാധ്യതകളുണ്ടെങ്കിൽ അത് പൊറുക്കണം എന്നല്ല പറയാം, അത് ഒരാൾ ഏറ്റെടുക്കണം. ഏറ്റെടുക്കുക മീൻസ് അതും കൊണ്ടാണ് പോകണ്ട, അത് പോയിട്ട് കാര്യമില്ല, രക്ഷപ്പെടില്ല. അപ്പോൾ അത് ഏറ്റെടുക്കാൻ എന്താ അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പറഞ്ഞു ഓലെ കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പോരാ, എന്നെ മകൻ ഇന്നാളത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം പ്രവാചകൻ ഇങ്ങനെ നിന്ന സമയത്ത് കടണ്ടോ, ഉണ്ട്, ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞാലോ നിങ്ങൾ നിസ്കരിച്ചോളി, ഞാനില്ല എന്ന് പറഞ്ഞ് മാറിയിത്രേ. അതിലൊരാൾ പറഞ്ഞു ഞാൻ കൊടുത്തോളാം, ഏറ്റോ ഉറപ്പ്, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ടാണ് നിസ്കരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കടബാധ്യതകളെ നമ്മൾ ഇത്രത്തോളം എന്താ പറയുക ലൈറ്റായിട്ട് കണ്ടൊരു സമൂഹം ഈ 2000-കൾക്ക് ശേഷമുള്ള സമൂഹമാണ്. നമ്മൾ അച്ഛനോ അപ്പൂപ്പനൊന്നും ഇത് നബി പറഞ്ഞിട്ടൊന്നുമല്ല, ആരെ പറഞ്ഞിട്ടില്ലല്ലോ. അവർക്കാർക്കും അങ്ങനെ ഒരു വിചാരമേ ഉണ്ടായിരുന്നില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ എവിടുന്ന് ലോൺ കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുക. ലോൺ എന്താ കണ്ടാൽ ഇത്ര ആഴത്തിലെ ടീമിനെ കച്ചവടക്കാരത്തോളം വേറെ ആരും കണ്ടില്ല. ആവശ്യമുണ്ടോ ഇല്ലെന്നും കൂടി ഇപ്പോൾ 10 ലക്ഷം റുപ്യ ലോൺ കൊടുക്കും. ഇപ്പോൾ വ്യാപാര വ്യവസായത്തിൻ്റെ ഒരു ഭരണപരിഷ്കാരമായിട്ട് പറയില്ലേ, നമ്മളൊരു കത്ത് കൊടുത്താൽ മതി 10 ലക്ഷം കിട്ടും, തന്നെ എന്നാൽ 10 ലക്ഷം അവിടെ പോയി വാങ്ങും, ആവശ്യമുണ്ടോന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായി, ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ തന്നെ മെസ്സേജ് വരും, നല്ല അക്കൗണ്ട് ആണെങ്കിൽ അതെ അടയ്ക്കാനുള്ള വഴിയോട് കണ്ടെടുക്കും. അതെ, കടമെടുക്കൽ തെറ്റല്ലല്ലോ, അത് അടക്കാനുള്ള വഴി കൂടി കാണും. അച്ഛനും അമ്മയൊക്കെ എടുത്തിട്ടുണ്ട്, കടം വാങ്ങിയിട്ടുണ്ട്, അവരൊക്കെ അന്തസ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, എവിടെ നിന്നൊക്കെ, അതായത് ഇപ്പോഴത്തെ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ പണ്ട് സ്ഥലവും ഭൂമിയൊക്കെ ഇനി മുതലാളിമാരുടെ കയ്യിലെങ്കിൽ ഇന്നത്തെ മുതലാളിമാരുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷാണ്. നമ്മളെന്ന് അടിമത്വത്തിലേക്ക് ആക്കുന്നത് മുമ്പ് ഭൂമി തന്നിട്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അടിമത്വത്തിലേക്ക് എത്തിക്കുന്നത് പണം തന്നിട്ടാണ്. നമുക്ക് ലോൺ തരാം, നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം, അതിൽ നമ്മൾ ഓടും. നമ്മുടെ വീട്ടിലിപ്പോൾ ചെറിയൊരു മാരുതിയോ അല്ലെങ്കിൽ ചെറിയൊരു വണ്ടിയൊക്കെ ഉണ്ടാവും. ആ വണ്ടി ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം റുപ്യ വിലയുള്ളൂ, അതിന് കടമൊന്നുമില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യും, പ്രലോഭിപ്പിച്ചിട്ട് ആ ഫെസിലിറ്റി ഇവർ ടെസ്റ്റ് ഡ്രൈവിംഗ് പൈസ ഒന്നും വേണ്ട, കയറി ഒന്ന് ഓടിച്ചു നോക്കി. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നി എന്തായാലും ഇതിന് 8 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 10 ലക്ഷം റുപ്യ ആവും. അവൻ്റെ ഇല്ലല്ലോ, ആകെ 1 ലക്ഷം റുപ്യ ഉള്ളൂ, നിങ്ങളെ വണ്ടിയില്ല, അത് കൊടുക്കാമല്ലോ, അത് ഞങ്ങൾ എടുക്കും. ഓഹോ നവീന അപ്പം പിന്നെ ചാടി ഈ 2 ലക്ഷം റുപ്യേൻ്റെ വണ്ടിയിലെടുത്ത് ഒന്നും കൊടുത്ത് ബാക്കി 7 ലക്ഷം കടം. ഇന്നലെ പോയടത്തൊക്കെ എന്നും പോകണം, ഇന്നലെ കയറിയ പെണ്ണുകളെ എന്നും കയറുന്നു, ഇന്നലെ കയറിയത്. പക്ഷെ എന്ത് സംഭവിച്ചു, അന്ന് മുതൽ നമ്മൾ 7 ലക്ഷം കടക്കാരനായി, ഒരു മാറ്റം ഇല്ല. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇപ്പം പ്രലോഭനങ്ങളിലൂടെ നമ്മളെ കടക്കാരാക്കുകയും അങ്ങനെ സാമ്പത്തിക അടിമത്വത്തിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് നമ്മൾ പോകും. നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് കടം വീട്ടാനും പലിശ കൊടുക്കാനും മാത്രമായി നമ്മൾ മാറി. അതിന്ന് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം, അതാണ് ഫസ്റ്റ് മോട്ടിവേറ്റീവ് ഫാക്ടർ. ഇത്രയും പെട്ടെന്ന് ഇതിനകത്തുനിന്ന് മാറാൻ ചിന്തിക്കണം. അത് ചിന്തിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഏറ്റവും നല്ല പാർട്ട്ണറാണ് ഒരു ലൈഫ് പാർട്ട്ണർ. ഹസ്ബൻഡും വൈഫും തമ്മിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡും വൈഫുമാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ ദൈവം നിശ്ചയിച്ചതാണ്. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അല്ല ഇപ്പം എൻ്റെ മക്കൾ, ഇപ്പം എൻ്റെ അച്ഛനെ നിങ്ങൾ വേണ്ട, എനിക്ക് എന്നെ യൂസുഫ് അലി മതി അറിയാൻ പറ്റും, പറ്റില്ല, മുമ്പേ തീരുമാനിച്ചു, ഇപ്പോൾ ഉള്ള വാപ്പനുള്ള വാപ്പ. പക്ഷേ മക്കളും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നെ കൊണ്ട് തീരുമാനിപ്പിച്ച ഒരേ ഒരു സംഗതിയുള്ളൂ, ഏതാ, നീ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞേതാ, അതിൻ്റെ ഭാര്യനെ മാത്രമാണ്. ആ നോട്ടിലാകെ കൂടുതലുണ്ടാലോ കൈമരുക, ബാക്കി ലെവലൊന്നുമില്ല. മുമ്പ് നമുക്ക് തന്നത് അതാ. അപ്പം ഞാൻ പറയണത് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടീം എന്നാണ് ഞാൻ പറയണത്, ഹസ്ബൻഡും വൈഫും. അപ്പം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും സ്വതസിദ്ധമായ രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന വീട്ടിൽ സംസാരിക്കാനും കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെപ്പോഴും നമ്മൾ പോകാനുള്ള കാരണം നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോഴാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യില്ല വീട്ടിൽ. 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഇതാണ് ഫിനാൻഷ്യൽ കാരണം, രണ്ടാമത്തത് എന്താ പറയുക ആക്ടിവിറ്റീസിലെ കാരണമുണ്ട്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതെന്താ വെച്ചാൽ ആണുങ്ങൾ ഒരു ദിവസം മനുഷ്യൻ സംസാരിക്കുമെങ്കിൽ കിട്ടണം. ഇപ്പോൾ 20,000 വാക്കാണ് ഒരു ദിവസം സംസാരിക്കാൻ നിൽക്കുക. ഞങ്ങൾ രാവിലെ അങ്ങാടിക്കാണ്ട് ഇറങ്ങും, എല്ലായിടത്തും സംസാരിച്ച് 19,500 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ എത്തുക. പിന്നെ എത്രേ ബാക്കിയുള്ളൂ, 500 ഉള്ളൂ. നിങ്ങൾ ആകെ വീട്ടിലിരുന്നിരുന്ന് ആകെ 500 പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ബാക്കി 19,500 ഞങ്ങൾ നിൽക്കണം. മൂപ്പരാണ് പിന്നോട് കൂടി ഞാൻ തുടങ്ങും, പിന്നെ ഞങ്ങളെ ഞാൻ അപ്പോൾ മൂപ്പര് മൂപ്പര് അതേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളെന്താ പറയുക, കേൾക്കാൻ നേരമുണ്ട് അല്ലേ. നമ്മളെ പറ്റിയ ആണുങ്ങൾക്ക് പറ്റില്ല കുട്ടിയാതെ അവരെന്താ വെച്ചാൽ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരികയാണ്. ഞാൻ ന്യായീകരിക്കാൻ പറയില്ല. അപ്പം അത്തരത്തിലൊരു സംഭവമുണ്ട്. അല്ലാത്ത ആൾക്കാർ എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ മടിക്കുക, വീട്ടിൽ തന്നെ ഗൗരവം സൃഷ്ടിച്ചിട്ട് ഒരു പുകമുറ സൃഷ്ടിച്ചിട്ട് നിൽക്കുക. നിങ്ങൾ എപ്പോഴാണോ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്, അന്നേ കുടുംബം നന്നാവുള്ളൂ, നാട് നന്നാവുള്ളൂ. ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ ഭയപ്പാടാണല്ലോ നാട്ടിലുണ്ടാക്കുക.
ഹിന്ദുവിന് മുസ്ലിമിനെ കണ്ടുകൂടാ, ക്രിസ്ത്യാനിക്ക് കണ്ടുകൂടാ, അങ്ങനെ നമ്മളൊക്കെ പേടിപ്പിച്ച് നിർത്തിയാൽ എന്താവും? ഒരു സമാധാനം ഉണ്ടാവില്ല ആർക്കും. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്, ഇവലാണ് പോയാൽ മറ്റല്ല, ഒന്നും നടക്കില്ല. അതുപോലെ കുടുംബത്തിൽ കുട്ടികൾക്ക് പേടി, പാപ്പാനെ പേടി, അച്ഛനെ പേടി. ഇല്ല, ചില വീട്ടിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികളും മക്കളും അച്ഛനും അമ്മയ്ക്ക് അമ്മയും മക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് ഇങ്ങനെ നിൽക്കുമോ, അപ്പോഴാണ് പെട്ടെന്ന് ബൈക്കിന് വെച്ചേക്കണം, അച്ഛൻ വരും. പിന്നെ അച്ഛൻ വന്നാൽ മരിച്ചുകൂടി തന്നായിരിക്കാം. എന്തുകൂടാണ് ഇത് നമ്മളവസ്ഥ. അതിന് പകരം എന്ത് ചെയ്യണം? അച്ഛൻ വീട്ടോട് കൂടി അതിനകത്തേക്ക് കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലേക്ക് നമ്മൾ കുടുംബാന്തരീക്ഷത്തിനെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കുടുംബത്തിനെ അവരെ മോട്ടിവേഷൻ, എന്താ മോട്ടിവേഷനിലെ ഫസ്റ്റ് ഫാക്ടർ? ബാധ്യതകളില്ലാതിരിക്കുക. എന്നിട്ട് ഹാപ്പിനെസ്, സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുക. സന്തോഷം കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം അറിയാം? സിമ്പിളാണ് സംഭവം, പക്ഷേ ഈസി അല്ല. അതായത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താവിനെ ഭാര്യയുടെ മനസ്സ് വിചാരിച്ചില്ലേ? ഓക്കെ. അല്ലെങ്കിൽ ഭർത്താവിന് ആരും വിചാരിക്കണ്ട, ആരെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിൽ വിചാരിച്ചോ. ആരും ആകാം, അച്ഛനാകാം, അമ്മയാകാം, അയൽവാസിയാകാം, അങ്ങനെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഒരാൾ വിചാരിച്ചോ. ഹലോ, ഇഷ്ടപ്പെട്ട ഒരാളാണ് വിചാരിച്ചല്ലോ. ഓക്കെ. എനിക്കറിയേണ്ടത് അയാളുടെ 5 ഗുണങ്ങൾ അറിയുന്ന ആരാ അവിടെ ഉള്ളത്? നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുടെ 5 ഗുണങ്ങൾ ഇല്ല, 4. നിങ്ങൾ സ്വയം ഇഷ്ടപ്പെട്ട ആളുടെ 3 ഗുണങ്ങൾ, 2. ഓക്കെ. ഒന്നെങ്കിലും പിന്നെ എന്തിന് ഇഷ്ടപ്പെടുകളല്ലേ? എന്ത്? ഇതേപോലെ നിർബന്ധിതാവസ്ഥയിൽ ഇഷ്ടപ്പെടേണ്ടി വരിക. അതാണ് ലോകത്തിലെ സന്തോഷകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇതിന് ഏറ്റവും വികാരം നിൽക്കണതാ. ഒരു ഇതില്ലാതെ ഇഷ്ടപ്പെടാൻ ഒരു റീസൺ വേണ്ടേ? ആരെങ്കിലും ആട്ടെ. ഇപ്പം അയൽവാസിയായ ഒരാൾ, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാരണം? എന്ത് പ്രശ്നം എന്തെങ്കിലും ഏട്ടാ എന്ന് പറഞ്ഞാൽ മൂപ്പര് വരും. ഒരിഷ്ടമല്ലേ? ഞാൻ പറഞ്ഞ വേറെ ബന്ധങ്ങളെക്കുറിച്ചല്ലല്ലോ. നമുക്കൊരാളെക്കുറിച്ച് അസസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ചൊന്നും പറ്റില്ല. ഇത് പറ്റണം. അങ്ങനെ സന്തോഷം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലോകത്ത് സന്തോഷിക്കുന്ന ആളുകൾ എന്താണെന്ന് വെച്ചാൽ ചുറ്റുവട്ടത്തുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നവരാണ്. നിങ്ങളുടെ സാമീപ്യം നിങ്ങളെ കുടുംബത്തിലോ മറ്റോ സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് വന്നാൽ ആ ഗാങ്ങിൽ സന്തോഷം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റിയെങ്കിൽ ഞാനും സന്തോഷവാനാണ്. അതല്ലാതെ വേറൊന്നുമില്ല. ഇതാണ് മനുഷ്യൻ്റെ ഇന്നത്തെ ഹെൽത്ത് കണ്ടീഷനെ പോലും ബാധിക്കുന്ന ഘടകത്തെ. ഹാപ്പിനെസ് ഇല്ല. മുമ്പ് പീഡിയാക്കൊലായ്മയിലെ സൊറ അല്ലേ? അങ്ങാടിയിലൊക്കെ ഒരുപാട് ആളുകൾ ചിരിച്ച് കളിച്ച് തമാശ അറിഞ്ഞ്, ആണായാലും വൈകുന്നേരമാകുമ്പോൾ പണ്ടൊക്കെ എന്തിനു പണി? എല്ലാ പെണ്ണുങ്ങളും കൂടി എവിടെയെങ്കിലും ഒരുമിച്ച് കൂടി കുറേ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ല. ഇന്ന് അതില്ല. ആണുങ്ങളോ പല പീഡിയാക്കൊലയും മുമ്പൊക്കെ പീടിൻ്റെ മുമ്പിൽ തുറക്കുമ്പോൾ തന്നെ നമ്മളെന്താ ചെയ്യുക? ഇവളേട്ടാ ആദ്യം തന്നെ നമ്മൾ ഒരു ബെഞ്ച് പുറത്തേക്ക് ഇടും. എന്തിനാ ബെഞ്ചിടുന്നത്? ആരെങ്കിലും ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ഞാൻ തന്നെ കൊടുക്കുന്ന ട്രെയിനിങ് എന്താ? ആളുകൾ ചുമ്മാ കടയിൽ ഇരുത്തരുത്. ഇരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കേണ്ട കസേര 90 ഡിഗ്രി കറക്റ്റായിരിക്കണം. ഇരിക്കുമ്പോൾ ഊരവേദന, ആവശ്യം കഴിഞ്ഞാൽ ഉടനെ എണീച്ചു പോകണം. ഇതന്നത്തെ ട്രെയിനിങ്. മുമ്പതല്ല. മുമ്പെന്താ വെച്ചാൽ ആളുകളെ ചുമ്മാ ഇരുത്തും. എന്തിനാ? അതാണ് എൻ്റെ ഒരു അനുഗ്രഹം. ഇരുത്തുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവരുണ്ടായും അവിടെ സൊറ പറച്ചിലുണ്ടാകും. എന്താ സൊറ പറയാമെന്താ? ആവശ്യമുള്ളതില്ലാത്തത് ഇങ്ങനെ വർത്താനം പറയാ, ചിരിക്കുക. ഇന്ന് നാട്ടിൽ എടുത്തു പോയിട്ട് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ചിരി എന്ന സാധനമല്ല. ഇന്നിപ്പോൾ ടൗണിലൊക്കെ ചിരി ക്ലബ്ബുകളുണ്ട്. എന്താ ചിരി ക്ലബ്ബ് പറഞ്ഞാൽ? ഒന്നുമില്ല, രാവിലെ 6 മണിക്ക് എല്ലാവരും മട്ടത്ത് നിൽക്കുക, അത് ചിരിക്കുക, റൂമിൽ കയറി പോവാം. കൊണ്ടുവരണോ? ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ ഉണ്ടോ? ബാംഗ്ലൂർ ഡേയ്സ് കണ്ടില്ലേ? ആ സിനിമയിൽ ആ സീൻ. ബാംഗ്ലൂർ ഫ്ലാറ്റിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയില്ല, മട്ടത്ത് നിൽക്കുക, അങ്ങനെ ചിരിക്കുക, പോവാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ സംഭവമാണ് മനുഷ്യന് മാത്രം ദൈവം കൊടുത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് ചിരിക്കാല കഴിവ്. ഒന്നില്ലേ? ആ ചിരിണ്ടോ? ഇല്ല, വളരെ അപൂർവമാണ്. രണ്ടാമത്തേതാണ് കെട്ടിപ്പിടിക്കാനുള്ള കഴിവ്. അങ്ങനെ സംഭവിക്കല്ലോ നാട്ടിലിപ്പോൾ. ബി സീരിയസ്. ആളുകൾ ടച്ചിങ് ഫീലിങ്ങും. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം അകറ്റി വെറുതെ അതിനാ കൊണ്ടുവന്നേണ്ടത്. മനുഷ്യന്മാർ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടാണ് രോഗം തന്നെ ഉണ്ടാക്കിയത്. ആ രോഗം ഉണ്ടോയെന്ന് എനിക്ക് സംശയം. എന്താ കെട്ടിപ്പിടുന്നത് പറഞ്ഞാൽ? ഞാൻ ചോദിക്കട്ടെ, ബി സീരിയസ് ആണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഈ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കപ്പെട്ടാക്ക് എന്ത് തോന്നും? നിങ്ങൾ കെട്ടിപ്പിടിക്കാൻ അവകാശമുള്ള ഒരാൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് വിചാരിക്കുക. ആ കെട്ടിപ്പിടിച്ചിങ്ങനെ ആ കരവലയത്തിൽ നിൽക്കുമ്പം എന്താണ് തോന്നുന്നത്? സന്തോഷം, പിന്നെ സമാധാനം, ആത്മാർത്ഥത, കരുതൽ, പറഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഇതൊക്കെ അതിൽ നിന്ന് കിട്ടും. ഇങ്ങനത്തെ ഒരുപാട് പറഞ്ഞാലറിയാത്ത അല്ലെങ്കിൽ വികാരങ്ങൾ ഒരുപാട് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ സംഭവം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സ്വന്തം മക്കളെ കെട്ടിപ്പിടിച്ചെത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്? അവനാൻ്റെ കുട്ടികളെ കെട്ടിപ്പിടിച്ച ആൾക്കാർ ഇന്ന് കുളിപ്പിച്ചുമ്പോൾ മേത്തുകൂടെ കൊണ്ടൊന്നും കൊടുക്കുക.
അല്ല 2-3 വലുതായാലും എന്താ കെട്ടിപ്പിടിക്കണ്ടേ? ഇതാ പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഇപ്പം നേരത്തെ മാഡം പറഞ്ഞു മയക്കുമരുന്ന്, ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇത് പോയതാണ്. പക്ഷെ എന്തിനും ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റേ പറ്റുള്ളൂ. നമുക്കത് അറിയില്ല. നമ്മൾ കുട്ടികളോടൊക്കെ പറയും അത് കളിക്കരുത് ഇല്ലേ. ഇപ്പോൾ ഒരു കുട്ടീനെ ഇവിടെ നിർത്തിയാൽ നേരെ വയറുമ്പോൾ പ്ലഗ് മേലെ പിടിക്കുക. നമ്മളെന്താ പറയുക? അപ്പോൾ ആ കുട്ടീനെ ഓർമ്മയായി. അവിടെ വെള്ളമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാർക്ക് അരീക്കോട് ചന്തക്ക് വന്നപ്പോഴേ ഒരു കഴുത്ത് സുഖമില്ലാത്ത ഒരാളിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരോട് എന്നെ കണ്ട് നന്നായി, ഞാൻ മണ്ണെണ്ണ കുപ്പി എടുക്കാൻ പറഞ്ഞ ഇപ്പോഴാണ് ഓർമ്മയായിട്ട്. വീട്ടിൽ നിന്ന് മണ്ണെണ്ണ പറഞ്ഞു കുപ്പിടുത്തില്ല, എൻ്റെ കൗത്തുണ്ടപ്പോൾ ഓർമ്മ എന്നാ മതി. ഞാനത് പറഞ്ഞപ്പോഴൊക്കെ കുട്ടീനെ ഓർമ്മയായിരുന്നു. കുഴപ്പമില്ല കളിച്ചോളൂ, നല്ല കുട്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ വിഷയം എന്തേലും കെട്ടിപ്പിടുത്തം. ഓക്കെ, അല്ല നിങ്ങൾ അതായത് നമ്മൾ വിഷയം എന്താ, നമ്മൾ മോട്ടിവേറ്റഡ് ആയി നമ്മളെ കാര്യങ്ങൾ സാധിപ്പിക്കണമെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിർബന്ധമാണ്. അത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ സംഭവം ഒന്ന് ചിരിയാണ്. കുടുംബത്തിൽ ചിരിക്കുന്നുണ്ടോ? 2 കെട്ടിപ്പിടിക്കലാണ്. കെട്ടിപ്പിടുത്തമുണ്ടോന്നാണ്. അതിലാണ് കുട്ടികളെ ഞാൻ ചോദിച്ചത്. കുട്ടികൾ കെട്ടിപ്പിടിക്കൊണ്ട് ചോദിച്ചപ്പോൾ തന്നെ ചേച്ചി പറയാണ് ഓരൊക്കെ വലിയ മനുഷ്യന്മാരായി കുട്ടികൾ. ഒരു കുട്ടിയെ എത്ര വയസ്സുവരെ കെട്ടിപ്പിടിക്കാം? അങ്ങനെയാണെങ്കിൽ എപ്പോഴും കെട്ടിപ്പിടിച്ചൂലേ? 90 വയസ്സല്ലെങ്കിൽ 70 വയസ്സുള്ള നമ്മളെ കെട്ടിപ്പിടിക്കാമല്ലോ. ആണും പെണ്ണും വ്യത്യാസം ഉണ്ടാവും? ഇല്ല. അത് അങ്ങനെ മനസ്സിലാക്കി. അതുകൊണ്ട് എന്താ ഗുണം? ഒരുപാട് കലാമിറ്റികൾ ഒഴിവാകാൻ കുടുംബ അന്തരീക്ഷത്തിൽ നല്ല രസമായിട്ട് പോകണമെങ്കിൽ ഒരു 10 പൈസ തന്നെ മുടക്കില്ല. കുട്ടികളെയും മക്കളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ഉമ്മടുത്ത് വിട്ടാൽ മതി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കല്യാണം കഴിച്ച വിടുങ്ങളാണല്ലോ. നിങ്ങളിപ്പം നിങ്ങളെങ്ങനെ നമുക്കറിയില്ല. ഞങ്ങളെന്തെങ്കിലുമൊക്കെ എന്താ വെച്ചാൽ കെട്ടിച്ച വീട്ടിലാവുമല്ലോ, നിങ്ങൾ ഒരുമിച്ച് പിന്നെ താമസിക്കുകയാണല്ലേ. നമ്മളെ വീടിട്ടൊക്കെ ബന്ധമുണ്ടാവും. ഇപ്പം കെട്ടിച്ച വീട്ടിൽ എത്ര സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവനാൻ്റെ വീട്ടിൽ സുഖസൗകര്യങ്ങൾ കുറവാണെങ്കിലും അവനാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല അല്ലേ. ഇപ്പോൾ താമസിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ അമ്മായിമ്മക്ക് ഉണ്ട്. എന്നാലും അവിടുത്തെ നിൽക്കാനൊക്കെ സൗകര്യം കുറവായിരിക്കും വീട്ടിൽ. എന്നിരുന്നാലും അങ്ങോട്ട് പോകാൻ ഒരു ഉസുറാണ് അല്ലേ. അവനാൻ്റെ വളപ്പിലെത്തുമ്പോൾ കുരക്കുന്ന 2 കൂട്ടരാള്. ഒന്നിട്ടാ മറ്റേൻ്റെ പേര് ഞാൻ പറയില്ല. അവിടെ എത്തുമ്പോൾ അവനാൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ വയനാട്ടിൽ കൊണ്ടായിരിക്കാം. ഞങ്ങളുടെ വയനാട്ടിൽ പറഞ്ഞാൽ പോവാ. വരുമ്പോഴോ ഇവിടുന്നാ വരുന്നത്? വയനാട്ടിൽ നിന്നാ. അത് പനി പിടിച്ചിട്ടാ വരിക. എന്നാ അവനാൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്താണ് ഒരു ജഗ പുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പം നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കും, നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. അതായത് കുട്ടികൾ ഇങ്ങനെ വരുമ്പോൾ സമയത്ത് അച്ഛനിങ്ങനെ ഉമ്മർത്തിരിക്കാൻ വിചാരിച്ചോളൂ. ഇതാകുമ്പോൾ നിങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ നിർത്തി ഇങ്ങനെ കയറി വരുമ്പം അച്ഛൻ ആരെ മൈൻഡ് ചെയ്യാം? പേരക്കുട്ടികൾ ആണോ? ഇവിടെ ചോദിച്ചാൽ ഉത്തരവാ പേരക്കുട്ടികളുടെ കൂട്ടത്തിൽ ആരെ? ഒരു 3 ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇയാൾ വന്നിട്ടാണ് ഇയാളെ കുട്ടിയാരാ? ഇയാളെ കുട്ടികളല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് കണ്ണടച്ചോളൂ സീരിയസ് ആയിട്ട്. ബി ക്വയറ്റ്. ഒരു ദിവസം നിങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വരിക, അച്ഛൻ മുറത്തിങ്ങനെ ഇരിക്കുക, വണ്ടി നിർത്തി, നിങ്ങൾ ഓട്ടോറിക്ഷൻ്റെ കാശൊക്കെ കൊടുത്ത് ഒരു ബാഗും തോളിലിട്ട് 3-4 കുട്ടികളായിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറുമ്പം നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ എണീറ്റ് വന്ന് ഒരു മുണ്ടൊക്കെ സുഖം എടുത്തിട്ട് നേരെ കുട്ടികളൊക്കെ നോക്കിയെങ്കിലും നേരെ നിങ്ങളിങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളുടെ തല ഇങ്ങനെ അച്ഛൻ്റെ നെഞ്ചത്തേക്ക് അമർത്തി വെച്ചിട്ട് നെറ്റിയിൽ തലോടി ഒരു ഉമ്മ തന്നിട്ട് അച്ഛൻ ചോദിക്കണം, മോളെ നിനക്കവിടെ സുഖം തന്നെ അല്ലടി എന്ന് ചോദിച്ചാൽ എന്ത് തോന്നും? അതാ ഓളെ കണ്ണുകൊക്കെ അറിയാം എന്താ തോന്നുന്നത്. ഇവളെ കണ്ണുകൊക്കിയാലും തോന്നുന്നു, അവരെ കണ്ണുകൊക്കിയാലും തോന്നുന്നു. ഇത്തിരി ഇപ്പോൾ നല്ലൊരു ഓഡിറ്റോറിയം നല്ല മൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ കരയിപ്പിക്കും. ഞാൻ ഇത്ര സിമ്പിൾസാണ്. ഇതുപോലും നമ്മളെ കുട്ടിക്ക് കൊടുക്കില്ലെങ്കിൽ എന്ത് ജീവിതം നമ്മളെ ജീവിതം? പിന്നെ ആർക്കായി ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടായി ഓടുന്നത്? രാവിലെ എണീച്ച് ആണുങ്ങൾക്ക് പാരകം വാച്ചിൽ ഒരു ഒന്നിനും നേരമല്ല. പേരുമ്പോൾ വാച്ചിൽ ഒരു 5000 റുപ്യ വായ്പ വെച്ചാൽ ഒറ്റൊന്നിൻ്റെ ഇല്ല. ഇങ്ങനെ പരക്കം പാച്ചിൽ പോയി 2000 രൂപ കയ്യിൽ വേണ്ടേ? എന്തിനു വയ്യത് നായിപ്പാച്ചിൽ? അതുകൊണ്ട് ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു 4-5 വർഷം കൊണ്ട് നമുക്ക് എല്ലാ കുഴികളും കുണ്ടൊക്കെ തൂർത്ത് സമാധാനപരമായിട്ടുള്ളത് കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ച് നമ്മളെ കടബാധ്യതകളൊക്കെ തീർത്ത് ഫ്രീ ആയിട്ട് നിൽക്കുകയും തുടർന്നൊരു 10 വർഷം കൊണ്ട് 2040, 2050 വരുമ്പോഴേക്കും നമ്മൾ ഇന്ന ലെവലിലെത്തുമെന്ന് ചിന്തിച്ച് അത് ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്നും രാത്രി ഒന്നുമില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുക, സംസാരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്തായി? നിങ്ങളുടെ കാര്യങ്ങൾ ഭാര്യയും ഭാര്യയുടെ കാര്യങ്ങൾ ഭർത്താവും അറിഞ്ഞാൽ അവിടെ എന്തുണ്ട്? കുറേ കരുതലുകളുണ്ടാവും.
ഇപ്പോൾ ഭാര്യനോടൊന്നും പറയാഞ്ഞാൽ ഭാര്യ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. എൻ്റെ ഭാര്യനോട് അതൊക്കെ പറയും. ഞാൻ ഒന്നും പറയില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാണ്ട് അത് വേണം, നിങ്ങൾക്ക് ഇത്രയും സെൻറ്റുണ്ട് വേണം, ഓക്കെ അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കും. ഓള് വിചാരിക്കും ഇതൊക്കെ നമ്മളിലുണ്ട്, അങ്ങനെ വിചാരിക്കേണ്ടേ ഉള്ളൂ. ഇങ്ങനെ വിചാരിച്ചാൽ മതി തന്നെ എൻ്റെ തീരുമാനിക്കും. ഓക്കെ, അതല്ല നമ്മുടെ സ്ഥിതിഗതികൾ മോശമാണെങ്കിൽ ഭാര്യയോട് പറയാം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, കടക്കുണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇത്ര ഉണ്ട്, 2-3 വർഷം കൊണ്ട് ഇങ്ങനെ ആകും, അങ്ങനെയാണോ? ഓക്കെ, അപ്പം അവളിൽ നിന്ന് പാകപ്പെടും ഇല്ലേ? അങ്ങനെയാണല്ലോ നമ്മളെ അച്ഛനും അമ്മ കൂട്ടായത്. അവർ തമ്മിൽ സംസാരിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അവർ തമ്മിൽ ബോണ്ട് ഭയങ്കരമാണ്. ഇപ്പം അച്ഛനിങ്ങനെ വന്നിട്ട് 11-11 വരാൻ എണ്ണയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ കുളിക്കാനൊരു സ്ഥലം, അന്ന് കുളിമുറി നടത്തുണ്ടാവില്ല. കുളിമുറിക്ക് ഇങ്ങനെ പോകുമ്പം അവിടെ അമ്മ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ കുളിക്കാൻ പോവാ, വെള്ളം ചൂടാക്കടി എന്ന ഡയലോഗൊന്നുമില്ല. അടൂർ ഗോപാലകൃഷ്ണ സിനിമയിൽ ആട്ട, അവിടെ ഡയലോഗേ ഇല്ല, പക്ഷെ എല്ലാം അണ്ടർസ്റ്റുഡ് ആയിരിക്കും. അതാണ് ധാരണ. അങ്ങനെ ഒരു സാധനം ഹസ്ബൻഡും വൈഫിൻ്റെ ഇടയിലുണ്ട്. എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീ, എവിടെയോ കിടക്കുന്ന ഒരു പുരുഷൻ, എല്ലാവരും ആലോചിച്ച് കണ്ട് പറ്റി ഇഷ്ടപ്പെട്ടു, ഓളെ വേണ്ടാണ്ട് വേറെ നോക്കി, എല്ലാം കൂടി പറഞ്ഞ് എവിടെയാണോ ദൈവം എന്ന് ചവിക്കണ്ടെത്തി ഒരു ദിവസം രാത്രി കടന്നുറങ്ങി നേരം വെളുക്കുന്നതോടുകൂടി ആകെ അങ്ങോട്ട് മാറുകയാണ്. സ്ത്രീകൾക്കാണ് മാറ്റം വരിക, പുരുഷന്മാർക്കുണ്ടാകും. അവൾ പിന്നെ പിടുത്തിരുത്തിയായി, പിന്നെ ഓളെ സ്വന്തം വീട്ടിലേക്ക് ബിന്ദു തുടങ്ങി അല്ലേ? എത്ര എളുപ്പമാണത്. അപ്പോൾ ഇത്രയും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വൈഫിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയാൽ, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റിയാൽ അതിനകത്ത് ഉണ്ടാകുന്നതാണ് റിയൽ മോട്ടിവേഷനും. അവിടെ നിന്നാണ് നിങ്ങൾ പരസ്പരം ഷെയറിങ് നടക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇനി കയറാൻ മാർഗമുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. നമ്മളിപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പം വ്യാപാരി വ്യവസായിക്ക് പരിതാപം ഉണ്ടാക്കുന്നത് സംഘടനയുടെ ശാക്തീകരണത്തിന് വേണ്ടി ആയിരിക്കാം. പക്ഷേ നമുക്കതെന്താ ഉപകാരം? നാട്ടിൽ പലതും സംഭവിക്കും. മഴ പെയ്യണ പോലെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് മാത്രം ഇട്ടാൽ പോയത് അത് നമുക്ക് കിട്ടാം. ഇപ്പോൾ ഇതിവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ ചിലവഴിക്കും, വരുമ്പോൾ സമയത്ത് എന്തോ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്, നോട്ടീസിൽ ഭക്ഷണം ഉണ്ട് തന്നെ, അതിനു വേണ്ടി മാത്രം ഒന്നും നിൽക്കുന്നില്ല. ഈ 2-3 മണിക്കൂർ ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഏത് രീതിയിൽ വരും? അത് പല പെർസ്പെക്റ്റീവിലാകാം. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മാഡം തയ്യാറുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സംസാരിക്കാം. അത് ഇതിനകത്ത് നിൽക്കുന്നതാണ്. നമ്മളെ ഓർഗനൈസേഷനിലല്ലാതെ കിട്ടില്ല. എങ്ങനെ ചായ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ നിന്ന് പറയാം എന്ന് പറഞ്ഞാൽ അതെന്താ? അത് ഒരു സംഘടന. ഇപ്പോൾ നേരത്തെ മാഡം എത്ര സംസാരിച്ചു ഇവിടെ, ഒരു 10 വർഷം മുമ്പ് അവർ മിണ്ടിയിട്ടേ ഉണ്ടാവില്ല, ഞാൻ എഴുതിയാണ് തരാം. അത് സംഘടനയിലും ഉണ്ടാകുന്ന സാഹിത്യം. ഇപ്പോൾ ഇവിടെ സുനിലൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എന്താണെന്ന് എനിക്കറിയാം. ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമ്മൾ ആളുകളോടുള്ള നമ്മൾ ആശയവിനിമയം നടത്താനൊക്കെ ഉള്ള കഴിവ്. അപ്പോൾ ഒരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ടു ഹിറ്റ് അല്ല, മറിച്ച് അതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് സംഘടന. ഇതിനകത്ത് നിങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ആണുങ്ങളെ സഹായമില്ലാതെ ഓരോ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകൾ ഉണ്ടാക്കിയിട്ട്, പെണ്ണുങ്ങളിൽ ഭയങ്കര ഐഡിയകളാണ്. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് കേട്ടാൽ വർക്കൗട്ട് ആവുമെന്ന് തോന്നാത്ത ഐഡിയകളാണ് നിങ്ങൾക്ക് ഉണ്ടാകുക. പക്ഷെ നിങ്ങൾ കൂടിയാൽ നടക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആൾക്കാരാരാ? സ്ത്രീയാണ്. ഉറപ്പാ. എല്ലാ കാര്യത്തിലും പെണ്ണുങ്ങളാണ് മുമ്പിൽ, ഒരു പണത്തൂക്കം. ഒരു കാര്യത്തിൽ മാത്രമേ ആണുങ്ങൾ മുമ്പിലുള്ളൂ. ഏതാ? സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഒരുപാട്. സൃഷ്ടിയിൽ ഏറ്റവും ഉന്നതരാരാണ്? സ്ത്രീകളാണ്. അപ്പോൾ ഞങ്ങൾ ആണുങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കും. എന്തിനാ? എന്നാൽ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങൾ ചില പൊട്ടന്മാരിൽ പെടും. ശരിക്കും പെണ്ണാരാണ്? ആണുങ്ങൾക്ക് എത്രയോ മേലെ. അപ്പോൾ അവളെ കൂടെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടതാണ് ഈ ഫെമിനിസം. ഞാൻ എന്തായി? ഞാൻ ആണുങ്ങളെ പോലെ സംസാരിക്കും, ഞാൻ ആണുങ്ങളെ പോലെ അങ്ങോട്ടാകും, നമുക്ക് സുഖമായി. അപ്പോൾ ചൈനയിലൊക്കെ പോയി പെണ്ണുങ്ങൾ അങ്ങനെ നയിച്ചോണ്ടിരിക, ആണ് പെരുകുത്തുന്ന അങ്ങ് തിന്നാം. ഇതിക്കപ്പം ഇന്ത്യ പോകണത്. ശരിക്കും പെണ്ണിൻ്റെതായ ആ ഒരു ചരിത്രപരമായി തന്നെ ഒരു ഔന്നിത്യമുണ്ട്. ആ ഔന്നിത്യത്തിന് അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചു നോക്കി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പെണ്ണുങ്ങൾ ഗുണം? ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും പെണ്ണുങ്ങൾക്ക് കുറേ കുഴപ്പമുണ്ട്, കുറേ ഇതുമുണ്ട് അല്ലേ? പെണ്ണുങ്ങളെ പറ്റി പറയുന്നത് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എല്ലാത്തിലും പെണ്ണുങ്ങൾ, ഇപ്പോൾ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സാധനം നോക്കിയാൽ എല്ലാ പോലത്തെ മേലെ കയറിക്കും. ഒരു സാധനം മാത്രം ആണുങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അതേതറിയോ? പറയട്ടെ, ബുദ്ധിമുട്ടാവോ? ഇല്ല. സൗന്ദര്യം, ഭംഗി ആണുങ്ങളായിരിക്കും പെണ്ണുങ്ങളെക്കാൾ. അഭിപ്രായം പറയണം, ശരിയല്ലേ? ആ, ഭർത്താവിന് ഇഷ്ടമുള്ള പെണ്ണുങ്ങൾ അങ്ങനെ പറയാം. ഓക്കെ, ഇത് ജീവശാസ്ത്രപരമായിട്ട് അങ്ങനെയാണ്. ഒരു 2 ആനനെ കൊണ്ടുവന്ന് കെട്ടാം. ഒരു കൊമ്പനാന, ഒരു പിടിയാന. ഏതാ ഭംഗി? കൊമ്പനാന. ഇല്ല, 2 സിംഹം, ഒരു ആൺസിംഹം ഒരു പെൺസിംഹം. ഏതാ ഭംഗി? ആൺസിംഹം. സട്ടൊക്കെ ഉണ്ടാവും. മയിൽ ഇവിടെ ഇപ്പോൾ വരാൻ തുടങ്ങിയല്ലോ. ആൺമയിൽ അല്ലേ? പെൺമയിൽ ഒന്നാക്കുക. ആൺമയിലാണ് ഇല്ല. ഇന്ന് മുന്നിൽ നമ്മളെ കോഴി ഒരു ചങ്ങനയിൽ പെട്ട് ഇല്ലേ? ചെങ്ങനല്ലേ? അതേപോലെ ആണും പെണ്ണും കണ്ട ആണാണ് ഭംഗി, പക്ഷെ പെണ്ണാന്ന് തോന്നും.
ഞാൻ ഇതിന് കാരണമുണ്ട്. അതിനെന്താ, നിങ്ങൾക്ക് നേരം വെച്ചാൽ 15 ഉറുപ്പ്യ വേണം. ഞങ്ങൾക്കൊരു 10 റുപ്യേൻ്റെ ഒരു റുപ്യേൻ്റെ ബ്ലേഡ് ഉണ്ടായത് നിങ്ങളൊരു മാസമൊക്കെ അല്ലേ കൊല്ലേട്ടാ കറ. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് അത്ര ഒരുപാട് കഴിവുകളുണ്ട്. അപ്പം സ്ത്രീകളെ കഴിവ് എന്താ ചില കഴിവുകളും ഉണ്ട്. കഴിവുകൾ തമാശയ്ക്ക് പറയാണ്, നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കമ്പനിയായിട്ട്, അതായത് വ്യാപാരി വ്യവസായികളല്ല, എവിടെയായാലും ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ കോമൺ ആയിട്ടൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിലേക്ക് എത്താനുള്ള ദൂരം കുറഞ്ഞതായിട്ട് തോന്നും. നമ്മൾ ഒറ്റയ്ക്ക് തുഴഞ്ഞ് പോണക്കാണ് നല്ലത്. രണ്ടാൾ തുഴയുമ്പോൾ ടീമായിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എനർജിക്ക് പകരം സിനർജി വർക്ക് ചെയ്യുന്നതിന് ഇംഗ്ലീഷ് പറയാം. സിനർജി പറഞ്ഞാൽ എന്താ, മലയാളത്തിൽ എന്താ എനിക്കറിയില്ല. ഇപ്പോൾ 10 ആൾ, ഇപ്പം ഈ സാധനം ഇവിടെ നീക്കാൻ പറ്റില്ല, ഞാൻ ഒരാൾ നീക്കിയാൽ ഒരു ബലം പ്രയോഗിക്കപ്പെടും. 10 ആളാണെങ്കിൽ 10 അല്ലേ പറയാം, അല്ലേ 90 ആണല്ലോ. ഇപ്പോൾ വലിയ വലിയ മരമൊക്കെ മരത്തിൽ 4 ആളല്ലേ മരമൊക്കെ റോട്ടിൽ കയറ്റാം. ലോഡിങ് പണ്ടുങ്ങൾക്ക് ഓർമ്മയില്ല. ഒരു മരമൊക്കെ ലോറി കയറ്റി എങ്ങനെ ഇത് കയറ്റി നോക്കും. പക്ഷെ പോയി നോക്കുമ്പോൾ 5 or 6 ആൾക്കാരുണ്ടാവും, ഒരു കാലാക്കി വെച്ചിട്ടുണ്ടാവും, ഒരു കയറി വെക്കും. എന്നിട്ട് പോലെ എല്ലാവരും കൂടി ഒരു പ്രത്യേക ശബ്ദത്തിൽ ഒരു ശബ്ദത്തിലാണ് വരിക. ആ ഒറ്റ സ്ട്രെച്ചിലാവുമ്പം അതിന് ഭയങ്കര എനർജി. അതിന് ഒരു ഇക്വേഷൻ പറഞ്ഞത് ടോട്ടൽ നമ്പർ സ്ക്വയർ മൈനസ് ടോട്ടൽ നമ്പർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ നമ്പർ എത്ര? 10 ആൾ. 10ൻ്റെ സ്ക്വയർ എത്ര? 100. 100 10 കഴിച്ചാൽ 90. 90ൻ്റെ റൂട്ട് എത്ര? അതിൻ്റെ പകുതി ഡിവൈഡഡ് ബൈ 2, അപ്പോൾ 45. അപ്പോൾ 10 ആൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ 10 അല്ല 45ൻ്റെ എഫക്റ്റാണ്. ഇതേപോലെയാണ് ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നാൽ കിട്ടുന്നത്. ഇപ്പോൾ എല്ലാം ജമായത്തായിട്ട് ഒന്നിച്ച് ചെയ്താൽ കൂലി കിട്ടും എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അതാ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര എഫക്റ്റ്. അതിൽ ഏറ്റവും നല്ല ടീം ഹസ്ബൻഡും വൈഫ് ഒരുമിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പെണ്ണുങ്ങളാണോ തമ്മിൽ ചില വ്യത്യാസങ്ങളിൽ കുഴപ്പം എന്താ വെച്ചാൽ ചിലതുണ്ട്. നമ്മളെ കാപ്പിപ്പൊടിയച്ഛൻ പറഞ്ഞാൽ കാപ്പിപ്പൊടിയച്ഛൻ അറിയില്ലേ, നിങ്ങൾ യൂട്യൂബ് കണ്ടില്ലേ, ഭയങ്കര തമാശ. മൂപ്പരൊക്കെ കിടക്കുമ്പോൾ ആമ്പലിൻ്റെ അടുക്ക് അതിൽ മൂപ്പര് എന്ന് പറഞ്ഞ് പെണ്ണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതിനകത്ത് ഒരു വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ അയാൾ പറയാണ് അല്ലേ, അല്ലേ ഈ സ്ത്രീകൾ ചില കാര്യങ്ങൾ മറക്കത്തില്ല പക്ഷെ പൊറുക്കും. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല, അവരൊന്നും മറക്കും പക്ഷെ പൊറുക്കത്തില്ല. കേട്ടോ ആ വീഡിയോ ഇടണോ? എന്നാൽ കേട്ടോളി. ഒരു പെണ്ണുങ്ങൾ എന്താ വെച്ചാൽ മറക്കൂല, എന്തെങ്കിലും തെറ്റെത്തിയപ്പം ഉണ്ടാതൊക്കെ നിൽക്കും പക്ഷെ മനസ്സിലോടുണ്ടാവും. ആണുങ്ങൾ അങ്ങനല്ല, ആണുങ്ങൾ എന്തുണ്ടെങ്കിലും ഓർക്കൂല, അപ്പം പറയലൊക്കെ പറയും, ചീത്തറിഞ്ഞ് പ്ലേറ്റൊക്കെ എടുത്ത് എറിഞ്ഞ് നാശാക്കും. പക്ഷെ പിന്നെ പോലെ മനസ്സിലത് ഉണ്ടാവില്ല. ഇതിനൊരു കഥ അറിയിട്ട് നോക്ക്. ഒരു ടീച്ചറുണ്ടായും മാഷൻ. ഈ മാഷൻ എന്താ LP സ്കൂളിൽ അധ്യാപകൻ മാഷ. മുമ്പരെല്ലാം ഭാര്യയോട് ഒന്ന് പറഞ്ഞു കൊടുക്കും. ചില ആണുങ്ങൾ അങ്ങനെ ഉണ്ട്, പോയി എന്നാലൊക്കെ പറയും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇന്ന് സ്കൂളിൽ അങ്ങനെ പോയി എല്ലാം പറഞ്ഞ് ഒരു ദിവസം ഒരു തെക്ക് ഭാഗത്ത് നിന്ന് ഒരു കാർത്തികേയൻ ടീച്ചർ വന്നിട്ട് സ്കൂളിൽ ചാർജ് എടുത്തു ഇത്രയും. അപ്പോൾ കാർത്തികേയൻ ടീച്ചർ വെച്ചാൽ വെളുത്തിട്ട ടീച്ചറാണ്. അപ്പോൾ മോളെ ഇന്ന് ടീച്ചർ പുതിയ ടീച്ചർ വന്ന് സ്കൂളിൽ തിരുവിതാംകൂർ നിന്ന് വന്നതാണ്. നല്ല വെളുത്തിട്ട ടീച്ചർ, ഇങ്ങനെ ആരെ പറ്റി പറയപ്പം എങ്ങനെ പറയാതെ എനിക്കറിയില്ല. നല്ല വെളുത്തിട്ട ടീച്ചർ, എന്താ പറയുക, ഇവിടെ ആർക്കും അങ്ങനത്തെ വെളുപ്പില്ല. ഒരു കാര്യം പറഞ്ഞു ഇയാളെ മീശമല രോമൊക്കെ ഇങ്ങനെ കാണാൻ പറഞ്ഞു, അത്രയും വെളുപ്പാണോ പറഞ്ഞ് ഇയാളെ പറഞ്ഞു. പെണ്ണുങ്ങളൊക്കെ കേട്ടു. അങ്ങനെ സംഗതി ചെയ്യും. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പം ഇയാൾ വീട് നന്നാക്കാൻ വേണ്ടിയിട്ട് കരാർ കൊടുത്തു. വീടിൻ്റെ മുറക്കം ശരിയാക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്ത് റെഡിയാക്കി. മൂപ്പർക്ക് ഒരു സ്കൂട്ടറുണ്ട്. മൂപ്പര് എന്ത് ചെയ്ത് കരാറ് കൊടുത്ത് മറ്റൊരു പണി തുടങ്ങിക്കോളാനൊക്കെ പറഞ്ഞു. ഇയാൾ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ അന്ന് വരുമ്പോൾ നേരെ വരും. അവനാൻ്റെ വീട്ടിൽ വരുമ്പോൾ പിന്നെ ബൈക്കിലൊക്കെ വരുമ്പോൾ ഒരു വരവുണ്ടല്ലോ, അങ്ങനെ ഇയാളാണ് വന്നപ്പോൾ ഒരു ലോഡ് മെറ്റൽ അതിമക്കൂടെ കയറിയാണ് പറഞ്ഞു. അതിൽ ഇയാളെ മറിഞ്ഞിട്ട് വീണു. എല്ലാവരും ഓടി വന്നു. ഇയാൾ ദേഷ്യം പിടിച്ച് ആരാണ് മറ്റുള്ള ജാഗ പോകാൻ ചാട്ടം ദേഷ്യം പിടിച്ചിട്ട്. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞു, ഞാൻ അവിടെ താനെ പറഞ്ഞു, ഇവിടെ അല്ലേ പറഞ്ഞു, അപ്പോഴില്ല എപ്പോഴും ഇയാൾ പെരിഞ്ചാട്ടം പെണ്ണുങ്ങളെ കൊള്ളേ, നീ ശ്രദ്ധിക്കേണ്ടതല്ല, അങ്ങനെയല്ല എങ്ങനെ വെച്ചിട്ട് ഒക്കെ കുറ്റം പെണ്ണുങ്ങൾക്ക്. ഞാനൊക്കെ പറഞ്ഞത് വെച്ച് ഇവിടെ എത്ര പറഞ്ഞിട്ടും കേൾക്കില്ല. അവസാനം പെണ്ണുങ്ങൾ കരഞ്ഞ് മൂലക്കലായി. അവസാനം ഇയാൾ ചീത്തർച്ച് നിർത്തില്ല. അതിൽ അവസാനം പെണ്ണ് പറഞ്ഞ് ഒരു ഡയലോഗ് പറഞ്ഞത് ഡയലോഗ് ആ കാർത്തികേയൻ ടീച്ചറെ മോശമല്ല രോമം കണ്ട നിങ്ങൾക്ക് ഒരു മെറ്റൽ കാണാൻ പറ്റില്ല. 2 കൊല്ലം മുമ്പത്തെ കാർത്തികേയൻ ടീച്ചറെ കഥ ഈ ബാലാൽ അപ്പളെ കൊണ്ടിട്ടു. ഇതാണ് പെണ്ണുങ്ങൾക്കുള്ള പ്രത്യേകത. ഓലിങ്ങനെ മനസ്സിലിങ്ങനെ വെച്ച് നിൽക്കും, കിട്ടുന്ന ചാൻസിലിട്ട് ചാവും. മനസ്സിലുണ്ടോ? അപ്പം അതൊക്കെ ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ ഈ ആണുങ്ങളെ പോലെ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറായി നിങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സംഘടനാ തലത്തിലും ജീവിത തലത്തിലുമൊക്കെ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും. കുടൽ കരിഞ്ഞ് മണങ്ങൾ വരുന്നുണ്ടല്ലേ, അല്ലേ? ഉണ്ടോ? അവസാനിപ്പിക്കല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത്. ഇതിപ്പം ഓർഡറിലൊന്നും പറഞ്ഞൊന്നുമല്ല, നേരം വൈകിയതുകൊണ്ട് നമ്മളൊരു 3/4 മണിക്കൂർ വൈകിയാണ് വണ്ടി ഓടുന്നത്. 1 മണിക്ക് നിങ്ങളെ വിടണമെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടാണ് 11:45 അപ്പുറം പോയതെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പം 1:40 ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറഞ്ഞൊന്നുമില്ലല്ലോ. ഇത് എന്തെങ്കിലും നമുക്ക് 2 വാക്ക് സംസാരിക്കാൻ വെച്ചിട്ടാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും പറയാനുള്ള അഹങ്കാരം കൊണ്ടല്ല, അറിയുന്നത് പറയാം, എനിക്ക് അറിയുന്ന ആൾക്കാരെ പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതിപ്പം ആർക്കാ പറയാൻ പറ്റുക? 1-2 പോയിന്റ്സ് ചാൻസ്. മൈക്കിൾ പിടിച്ചിക്കാല നേരം. കമാ, ദിസ് ഈസ് മോട്ടിവേഷൻ. എന്തും പറയാം.
നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ഇവിടെ കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഐക്യത്തിനെ കുറിച്ചൊക്കെ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ 10,000 ഉറുപ്പിക വെറ്റിറക്കി വെക്കാം.